എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ഒരു ദുരാത്മാവിനോ എൻ്റെ മേലോ എൻ്റെ സകലത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനത് കേൾക്കും. ഭൂലോകത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെ നമുക്ക് കാണാം. ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. സ്വർഗം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. സകല വിഷയത്തിൻ്റെ മേലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ കേൾക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ലോകാനുരൂപരാകരുത്. ഈ ലോകത്തോട് അനുരൂപരാകാതെ അനുരൂപരാകരുത്, മനസ്സ് പുതുക്കി സത്യത്തിന്റെ ആത്മാവ് വരും. ലോകത്തിൽ അനുരൂപരാകരുത്. ഈ ലോകത്തോട് അനുരൂപരാണ് ഞാനത് സകല കേൾക്കും. സത്യത്തിലും വരും. ലോകത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും എനിക്ക് ഈ ലോകത്തോട് അനുലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും ഈ ലോകത്തോട് അനുരൂപരാകരുത്. നമ്മൾ ഇന്നലെ കേട്ടില്ലേ, പാപത്തെയും സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും ഈ ലോകത്തോട് അനുരൂപരാകരുത്. നമ്മൾ കേട്ടില്ലേ. പ്രയർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടേ. ഒരു മിനിറ്റ്. നന്ദി കർത്താവേ, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ ഞാൻ സൗണ്ട് നോക്കിയോട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സകല കാര്യത്തിലും അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ അനുദിനം ദൈവം നമ്മളെ ശക്തീകരിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. സ്ഥിരമായി കൂട്ടായ്മ ആചരിക്കുന്ന, അത് സൂമിലായിക്കോട്ടെ. ഞാൻ യൂട്യൂബിലുള്ളവരെ അധികം നിർബന്ധിക്കാത്ത ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ബ്രദറെ എൻ്റെ വീട്ടിൽ സാഹചര്യമില്ല, സൂമിൽ ഓൺ ആക്കിയിരുന്ന് കേൾക്കുവാനോ പങ്കുചേരാനോ സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട്, മക്കളും കുടുംബ ഭർത്താവും ഒക്കെ അനുവദിക്കാത്തവരുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കർത്താവ് തരുമാറാകട്ടെ. അങ്ങനെയുള്ളവർക്കാണ് എക്സ്ക്യൂസ് ഉള്ളത്. അല്ലാതെ മുടങ്ങാതെ നിങ്ങൾ കയറുന്നവരുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ വളർത്തും. കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന വലിയ യുദ്ധത്തിൻ്റെ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം നമ്മൾ വാർത്തകൾ കേൾക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഒരു പക്ഷം ചേരുവാൻ നമുക്ക് കഴിയത്തില്ല. കാര്യം വിശ്വാസികളായ നമുക്ക് ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ, ഒരു രാജ്യം നേടണമെന്നും മറ്റു രാജ്യം നശിക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. സമാധാനം ഉണ്ടാക്കുന്നവരാണ് നമ്മളെ പറ്റി പറയുന്നത്. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയും മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാകണം. ആ രാജ്യത്തൊക്കെയും സമാധാനം ഉണ്ടാകണം. കാര്യം നാളെ നിങ്ങളെ ഒരു ഇന്ത്യക്കാരൻ്റെയും പാകിസ്ഥാൻകാരൻ്റെയും വേറെ ഏതെങ്കിലും രാജ്യക്കാരൻ്റെ അടുക്കിലേക്ക് 3 പേർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നമുക്കൊരിക്കലും ഞാൻ ഇന്ത്യക്കാരനാണ്, എനിക്ക് പാകിസ്ഥാനുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളൊരിക്കലും ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മറന്നു പോകരുത്. ഒരു രാജ്യം ജയിച്ച് മറു രാജ്യം തകരാൻ വേണ്ടിയല്ല, 2 രാജ്യങ്ങൾക്കും സമാധാന ഉടമ്പടി ഉണ്ടാകുവാൻ
കർത്താവിന്റെ വചനം പറഞ്ഞ പോലെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. കർത്താവ് ബൈബിൾ പറയുന്നത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് യുദ്ധം ഉണ്ടാകുമ്പോൾ ഈറ്റുനോവിന്റെ ആരംഭമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നമുക്കറിയാം, നിഷ്കളങ്കമായ അനേകർ മരണപ്പെടുന്നുണ്ട്. ഏത് 2 രാജ്യങ്ങളിലും സംഭവിക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹം അത് യേശുവിലേക്ക് ഓരോ ആത്മാവും നശിക്കുമ്പോഴും അവർക്ക് വേണ്ടി സുവിശേഷം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ചോദ്യമുണ്ടാകും, നീ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല, എന്തുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം നീ അറിയിച്ചില്ല എന്നുള്ള ചോദ്യം നമുക്ക് ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, സുവിശേഷം പറയുവാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകണം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളാൽ ചെയ്യും. ഞാൻ ഇന്നുമൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കാര്യം ഓരോ വാർത്ത കാണുമ്പോഴേക്കും 2 രാജ്യങ്ങളിലും ഓരോരോ ആളുകൾ മരണപ്പെടുമ്പോഴും ആ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, കുടുംബമുള്ളവരായിക്കോട്ടെ, 2 രാജ്യങ്ങളും അതൊരു ആത്മാക്കൾ വിലപ്പെട്ടതാണ്. 2 രാജ്യങ്ങളിലും ഏത് രാജ്യം, ലോകത്തിൽ ഏത് യുദ്ധമുണ്ടായാലും നമുക്ക് പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു പറഞ്ഞു, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം, ഈ ദൈവസ്നേഹത്തെ പറ്റി അറിയിക്കണം. അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം, നിന്റെ ശത്രുവിന് വിശന്നാൽ അവൻ ആഹാരം കൊടുക്കണം, അവന് ദാഹിച്ചാൽ നീ വെള്ളം കൊടുക്കണം. കാരണം വെച്ചാൽ നാളെ അവൻ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരുവാൻ സാധ്യതയുള്ളവനാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങളെ എതിർക്കുന്ന വ്യക്തി നാളെ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ആരാധിക്കും. അറിയാവോ, ഇന്ന് നിങ്ങളെ പകയ്ക്കുന്ന, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, ഉപദ്രവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ആരാധിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യരുത്, ദോഷം വിചാരിക്കരുത്. നാളെ ചിലപ്പം ആ വ്യക്തിയായിരിക്കാം യേശുവിൻ. നമുക്കറിയാം, പൗലോസ്ലീഹ സഭയെ ഉപദ്രവിച്ച മനുഷ്യനായിരുന്നു, സഭയെ ഉപദ്രവിച്ച് അവരെ നശിപ്പിച്ച മനുഷ്യരായിരുന്നു. പക്ഷെ അതേ പൗലോസ്ലീഹയാണ് പിന്നീട് സഭയെ ഏറ്റവും കൂടുതൽ ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചത്. അതുകൊണ്ട് ആരും ചെറുതല്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാം അനുഗ്രഹമാക്കി മാറ്റേണ്ടതിന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർച്ചയായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. നമ്മൾ ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്ന് കേട്ടു. ഇന്ന് ഞാൻ 1-2 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വേഗത്തിൽ എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ സമയങ്ങൾ ഒത്തിരി ഇല്ല. സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാം അനുഗ്രഹമായി തന്നെ ദൈവം മാറ്റുവാൻ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം എല്ലാ കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുന്നല്ലോ, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നല്ലോ. തുടർച്ചയായി നമ്മൾ വചനം കേട്ടു. ഈ ലോകത്തോട് നമ്മൾ അനുരൂപരാകരുതെന്നും നന്മയും പ്രസാദവും തിരുഹിതം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം, രൂപാന്തരപ്പെടണം. അത് ഇന്നലെ ഞാൻ ദൈവകൃപയാൽ സംസാരിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും പല കാര്യങ്ങളെ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് ലൈവിലൊക്കെ കാണുന്നവർ നിങ്ങളുടെ ഓഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ലൈവിൽ കാണുന്നുണ്ട് അവരെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. വലിയ നന്മകളാൽ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. നിങ്ങൾക്ക് സൂമിലുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മോടൊപ്പം ലൈവിൽ കാണുന്ന ആളുകളുമുണ്ട്. ആളുകൾ വന്നു ചേരുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. കർത്താവ് നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുമാറാകട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ എപ്പോഴും ഓർത്തോണം, ദൈവം നമ്മളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ശ്രദ്ധിച്ചോണം. ഈ ലോകത്തോട് ഞാൻ തുടക്കത്തിൽ പറയും, യുദ്ധം വരുമ്പോൾ നമ്മളെ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന രാജ്യം, നമ്മുടെ മഹാരാജ്യം, ഇന്ത്യ മഹാരാജ്യത്തിലെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ലോക സമാധാനം മറന്നു പോകരുത്. നമ്മൾ നിൽക്കുന്നത്, നാളെ നിങ്ങളെ കർത്താവ് ചിലപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന് പാകിസ്ഥാനിലോ ഇറാഖിലോ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്തിട്ട് കഴിഞ്ഞാൽ അവരോടും സുവിശേഷം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. റെയ്നാൻ ബോങ്കെ എന്ന് പറഞ്ഞ മനുഷ്യൻ നരഭോജികളായ ആഫ്രിക്കയിലെ മനുഷ്യരുടെ ഇടയിലേക്ക് 10-30 വർഷം മുമ്പ് ദൈവം അദ്ദേഹത്തെ അയച്ചു. മനുഷ്യനെ പിടിച്ച് തിന്നുന്ന മനുഷ്യരുടെ ഇടയിലേക്ക്, എന്നാലോചിച്ച് നോക്കിയ മനുഷ്യനെ തിന്നുന്ന ആളുകളുടെ ഇടയിലേക്ക്, നരഭോജികളായ ആളുകളുടെ ഇടയിലേക്ക് അയച്ചു. എന്നാൽ അദ്ദേഹം അവിടെ സുവിശേഷത്താൽ ലക്ഷക്കണക്കിന് ആളുകളെ നേടി. ആഫ്രിക്കയുടെ അപ്പോസ്തലൻ അത് അറിയപ്പെടുന്ന ആളാണ് റെയ്നാൻ ബോങ്കെ. ജർമ്മൻകാരനായ മനുഷ്യനെ ദൈവം ആഫ്രിക്കയിൽ ഉപയോഗിച്ചു. അതേപോലെ നിങ്ങൾ എപ്പോഴാണ്, എവിടെയാണ്, എപ്പോൾ ദൈവം അയക്കുന്ന നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പം ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇന്ന് നിങ്ങളോട് ഞാൻ ഈ പലപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം പിന്നെയും മെസ്സേജ് വരുന്നതുകൊണ്ട് ഞാൻ പിന്നെയും പറയാൻ ബാധ്യസ്ഥനാകുവാണ്. യൂട്യൂബിൽ നിന്നൊക്കെ വരുന്നവർ ആദ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ പ്രാർത്ഥനയ്ക്കുള്ളവർ, ഞാൻ ആരുടെയും നമ്പറുകൾ സേവ് ചെയ്തിട്ടില്ല.
സേവ് ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമായതുകൊണ്ട് ഇത്രയും ആളുകളുടെ നമ്പർ ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 500-ന് മേളിൽ ആളുകൾ ഇപ്പോൾ സൂമിൽ വന്നു ചേരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം യൂട്യൂബിൽ അതേപോലെ തന്നെ ആൾക്കാർ ഞാൻ നമ്മുടെ ഭവനത്തെ പറ്റിയുള്ള വീഡിയോ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള വചനത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് നോക്കുമായിരുന്നു. ആ വീഡിയോ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒട്ടുമുക്കാലും ആളുകൾ അത് 33,000-ഓളം ആളുകൾ അത് കണ്ടതായിട്ട്. അപ്പം ഈ കണ്ട ആളുകൾ അതിൻ്റെ അകത്തോട്ട് പ്രയർ റിക്വസ്റ്റ് ആ ഒരു വാക്യത്തിൻ്റെയാണ്, ആ ഒരു വചന സന്ദേശം ഞാൻ നോക്കിയപ്പോൾ അത്രയും ആളുകൾ അത് കണ്ടു. അപ്പോൾ ഇത്രയും ആളുകൾ പലപ്പോഴും നമ്മുടെ പ്രയർ ലൈനിലേക്ക് ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എല്ലാവരും നമ്പർ സേവ് ചെയ്യത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു പ്രയറിൻ്റെ ലിങ്ക് വരുമായിരിക്കും. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രയറിൻ്റെ ലിങ്ക്, പ്രാർത്ഥനയുടെ പ്രയർ ലൈൻ്റെ നമ്പറുകൾ, നമ്മുടെ ബാക്കിയുള്ള യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ പ്രയർ ടൈമുകൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസുകൾ വരും. അപ്പോൾ റിപ്പീറ്റ് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയക്കും, ബ്രദറെ ഞാൻ പ്രയറിലുള്ള ആളാണ്. അത് ഓട്ടോമാറ്റിക് ഞാൻ അയക്കുന്നതല്ല, അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യമായിട്ട് അങ്ങനെ ഈ മെസ്സേജ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ ആ ലിങ്കിലുള്ള സൂമിൽ ഇന്ത്യൻ സമയം 9 മണിക്ക്, ചിലപ്പോൾ അത് മാറാൻ സമയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ തൊട്ടുമുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് വാട്സാപ്പിൽ, അതിൽ ജോയിൻ ചെയ്യുക. ആ നമ്പറുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കുക എന്നുള്ളത് ദൈവകൃപയാൽ അസാധ്യമായിട്ട് വരും. കാര്യം ഇതേപോലെ ആളുകൾ വളരെ അധികമാണ്. ഞാൻ പറഞ്ഞല്ലോ, പല നമ്മുടെ പ്രയർ ലൈനിലെ സഹോദരങ്ങൾ പറയുന്ന അവർ പലപ്പോഴും റിപ്ലൈ കൊടുത്തും മടുത്തു പോകുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. അവർ സന്തോഷമുള്ളൂ, ടയേർഡാകുകയാണ്. അതേപോലെ ജനങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നു, അവരെ ദൈവം തൊടുന്നു, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ ദൈവം കൊണ്ടുവരുന്നു, അവരുടെ സാക്ഷ്യങ്ങളെ ദൈവം കൊണ്ടുവരുന്നു, അവർക്ക് വലിയ കൃപകളെ, കുടുംബത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക് പോലും വലിയ ആശ്വാസവും അനുഗ്രഹവും ഒക്കെ ആകുന്ന ഇത് മെസ്സേജുകളും പ്രയർ റിക്വസ്റ്റുകളൊക്കെ വരുന്നു. മുന്നോട്ട് നമുക്ക് റിപ്ലൈകൾ തരുന്നത് ഇനി അസാധ്യമായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആലോചനയിൽ ബലപ്പെടുക. ആമേൻ. ഇന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നിങ്ങൾ അഥവാ സമയം ഇച്ചിരി നീണ്ടുപോയാലും സാരമില്ല. എനിക്ക് ഇതിന് ശേഷം എനിക്കും ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യവും കൂടെ എല്ലാവരും ഉള്ളപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഈ സൂം പ്രയർ കഴിയുന്ന സമയത്ത് നോക്കി വിളിക്കാൻ നിൽക്കരുത്. ചില ആൾക്കാരുണ്ട്, ഞാൻ എപ്പോഴാണ് പ്രയർ തീരുന്ന സമയം അത് നോക്കിയിട്ട് തുരാന്ന് വിളിക്കും. ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ സൂം കഴിഞ്ഞാൽ ചിലപ്പം ഈ യൂട്യൂബിലൊക്കെ കിടക്കുന്നതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഇതിന് ശേഷം എനിക്ക് വൈകിട്ട് ഡ്യൂട്ടിക്കും കൂടെ പോകണം. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഞാൻ ഒരുങ്ങി അപ്പം തന്നെ പോവാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കോൾ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. ആ ടൈം നോക്കി നിൽക്കാതെ. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഈ സൂമിൽ എത്ര പേര് ഈ പ്രാർത്ഥനയെ കൂടിയിട്ട് ദൈവത്തിൻ്റെ പ്രവചന ആലോചന ഇടപെട്ട് എത്ര പേരുണ്ട് സൂമിൽ കൂടിയിട്ട്? ആമേൻ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ കൂട്ടായ്മ വരും. ഞാൻ പറഞ്ഞു, ഞാനല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നയാള്, പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സുവിശേഷ പ്രവർത്തനമൊക്കെ നിർത്തി 2017 മറ്റോ 2016 മറ്റോ സുവിശേഷ പ്രവർത്തനം നിർത്തി എന്നുള്ളതല്ല, മാനസികമായിട്ട് നിങ്ങളെക്കാളും ഞാൻ തകർന്നു. കാര്യം മുന്നോട്ടൊരു വഴിയില്ലാതെ, കയ്യിൽ പൈസ ഇല്ലാതെ, ജീവിക്കാൻ മുന്നോട്ടൊരു സാധ്യതയില്ലാതെ, മിനിസ്ട്രിക്കകത്തൊരു മാറ്റം ഉണ്ടാകാതെ, സുവിശേഷം ചെയ്തിട്ട് ഒരു റിസൾട്ടും കാണാതെ, മാനസികമായിട്ടും ഒക്കെ ശാരീരികമായിട്ടും ഒക്കെ ഞാൻ തളർന്ന് കോട്ടയത്ത് ഒരു കുഞ്ഞു കൂട്ടായ്മയുടെ ഏറ്റവും പുറകിൽ പോയിരുന്നുകൊണ്ട് ഇനി നാളെ മുതൽ എന്ത് ചെയ്യും, സുവിശേഷം പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, എന്ത് പരിപാടി, എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു പരിചയമില്ലാത്ത ഒരു ദൈവദാസൻ വന്നിട്ട്, ഒരു പരിചയമില്ല, എന്നെ പുള്ളി കണ്ടിട്ടില്ല, എന്നെപ്പറ്റി അറിയത്തുമില്ല, അയാൾ എന്നെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. പക്ഷെ എൻ്റെ നേരെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ ആലോചനകളാണ് ഇന്നും പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് എന്നോട് അദ്ദേഹം ആലോചന പറഞ്ഞു. പിന്നീട് ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ആ ദൈവദാസൻ ലീഡ് ചെയ്ത മീറ്റിങ്ങിൽ ഞാൻ ഗസ്റ്റായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ പോകാൻ ഇടയായി തീർന്നു. കണ്ടോ? അപ്പം എപ്പോഴും ഓർത്തോണം, കൂട്ടായ്മയ്ക്കകത്ത് വലിയ ദൈവശക്തിയുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. കൂട്ടായ്മയ്ക്കകത്ത് എപ്പോഴും പ്രാർത്ഥനയോടെ ഇരുന്നോണം. അയ്യോ ബ്രദർ, ഇന്ന് എന്നോട് ഇടപെട്ടില്ല, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദൈവ സമയം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാത്തിരിക്കാൻ മനസ്സുണ്ടോ? വെയിറ്റ് ചെയ്യാൻ മനസ്സുണ്ടോ? ഹന്ന ശമൂവേലിന്റെ പുസ്തകത്തിൽ നാളുകൾ ആലയത്തിന്റെ അകത്ത് വന്ന് കരഞ്ഞു. വീട്ടിൽ നല്ല കരഞ്ഞത്, വീട്ടിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു കൊച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആരാധന മുടക്കിയില്ല. അവസാനം ആരാധിക്കാൻ വേണ്ടി ആലയത്തിൽ വന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇനി ആരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമെന്നും വേണ്ട, വിഷമം കൊണ്ട് പുള്ളിക്കാരി കരഞ്ഞു പോയതാ. അവസാനം പുരോഹിതൻ വരെ പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ച്, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ കള്ള് കുടിച്ച് കിറുങ്ങി നിൽക്കുവാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഒടുവിൽ പ്രവാചകന്റെ വായിന്നൊരു വാക്ക് പറഞ്ഞു, യഹോവ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ ഒരു തലമുറയെ തരട്ടെ. കണ്ടോ?
ആ ഒറ്റ വാക്ക്, പ്രവാചകന്റെ ഒരു വാക്ക് പിറ്റേ വർഷം ഒരു തലമുറയെ ഉദരത്തിൽ ഉരുവാക്കി. എന്നാ പ്രവാചകൻ ഇത്രയും നാളും പറയാഞ്ഞത്? ഇത്രയും നാൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുവല്ലായിരുന്നു? ദൈവം എന്താണ് ഇടപെടാഞ്ഞത്? ദൈവം ഒരു സമയം വെച്ചു ആലോചനയ്ക്ക്. അപ്പം പല ആൾക്കാരും പറയും, ബ്രദർ എന്നോടൊന്നും ഇടപെട്ടില്ല. ഞാൻ വീണ്ടും പറയും, നിങ്ങളുടെ സമയം വന്നിട്ടില്ല, നിങ്ങൾ കാത്തിരിക്കുക, ദൈവം നിങ്ങളോട് ഇടപെടും. ആമേൻ. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് എത്രയോ ആലോചന ഇടപെട്ടെന്ന് അറിയാമോ? നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോടും സംസാരിക്കുന്നുണ്ട്. ഞാനും എത്രയോ ആലോചനകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നറിയോ? എന്നോടും ഇടയ്ക്ക് ഇടപെടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പല പ്രവചന ആലോചന വരുമ്പോൾ വ്യക്തിപരമായി ഞാനുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. അതിനകത്ത് ഞാനും അത് ചാടിപ്പിടിക്കും. കാര്യം നമ്മുടെ നാവിനെ ദൈവം ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ ചിന്തകളെ ദൈവം ഉപയോഗിക്കുന്ന സമയമാണ് പ്രവചനത്തിന്റെ സമയം. അപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ കാത്തിരിക്കുക. നമുക്ക് കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ആ വാക്യത്തിന് തുടർച്ചയായിട്ട് ഞാൻ പോവാണേ. ഇവിടെ വചനം പറഞ്ഞ് ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഞാൻ ഇന്ന് ആ വാക്യത്തോടൊന്ന് വരുവാണ്. ഇരമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിന്നെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഈ ലോകത്തിലില്ലാത്ത ചില സാധ്യതകൾ, ആരോഗ്യവും, ബൈബിൾ നോക്കിയേ, ആ വചനം നിങ്ങളൊന്ന് വായിച്ചാൽ അറിയാൻ പറ്റും. ബൈബിൾ പറയുന്നു, ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും, ഞാൻ നിനക്ക് രോഗശാന്തി വരുത്തും. രോഗസൗഖ്യത്തെ പറ്റി അവിടെ പറഞ്ഞത്. രോഗശാന്തി എന്ന് പറഞ്ഞ രോഗസൗഖ്യം. രണ്ടാമത് ആരോഗ്യം തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതകാലം മുഴുവനും ഒരു മരുന്നും കഴിക്കാതെ ജീവിക്കുവാനുള്ള വഴി ബൈബിളിലുണ്ട്. ബൈബിളിലുണ്ട്. ഒന്ന് രോഗശാന്തി, അതായത് രോഗം വന്നാൽ സൗഖ്യം. രണ്ട് ആരോഗ്യത്വം. അതുകൊണ്ട് ദിവ്യ ആരോഗ്യം എന്ന് നമ്മൾ പ്രഖ്യാപിക്കത്തില്ലേ, ദിവ്യ ആരോഗ്യം. എന്നിട്ട് പറയുന്നു, ഞാൻ ദിവ്യ ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നോക്കിയേ, അപ്പൊ ദൈവം നമുക്ക് സമാധാനം നൽകും. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, കുടുംബത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ മനസ്സിൻ്റെ അകത്ത് സമാധാനമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും ഇല്ലെങ്കിൽ, ഒരു സമാധാനമില്ലെങ്കിൽ വിളിച്ചു പറയണം, സമാധാനം എൻ്റെ ദൈവം എനിക്ക് തരും. അപ്പൊ എന്താണ് ഈ സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു വാക്കല്ല, സിറ്റുവേഷനെ മാനേജ് ചെയ്യുന്നതാണ് സമാധാനം. സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം, ഇപ്പൊ നമ്മൾ പറയാം, ഇന്ത്യ പാക് അതിർത്തിയിൽ സമാധാനം നഷ്ടപ്പെട്ടു. അവിടെയുള്ള ആൾക്കാർ ഭീതിയിൽ ജീവിക്കുകയാണ്. ഏത് സമയത്തും എന്തും നഷ്ടപ്പെടാവുന്ന രീതിയിൽ അവരുടെ കൃഷിയിടങ്ങളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കുടുംബമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെപ്പോലെ തന്നെ കുടുംബജീവിതമുള്ളവരാണ് ആ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളും. അവർക്കും കുഞ്ഞുങ്ങളുണ്ട്. അവരും കുഞ്ഞുങ്ങളെ നമ്മളെപ്പോലെ തന്നെ ബുക്കും പുസ്തകമൊക്കെ മേടിച്ച് ആഹാരമൊക്കെ കൊടുത്ത് അവരെ വിളമ്പിക്കൊടുത്ത് ലാളിച്ച് പാലൂട്ടി വളർത്തിക്കൊണ്ട് വരികയാണ്. ഇന്നവർ ഭയത്തോടെ, നമ്മൾ സുഖമായിട്ട് ഫാനും ഇട്ട് AC ഇട്ട് നന്നായിട്ട് കിടന്നുറങ്ങുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ അവർ വിറച്ചുകൊണ്ട് ഉറങ്ങുകയാണ്. ഏത് സമയത്തും ബോംബ് വീഴും, ഏത് സമയത്തും വെടി ഉയർത്താം, ഏത് സമയത്തും തൻ്റെ മാറോട് ചേർത്ത് നിൽക്കുന്ന തൻ്റെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. നേരം വെളുക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ചുമ്മാ ചിന്തിച്ചു നോക്കി, എന്തൊരവസ്ഥയല്ലേ. രാവിലെ അവരെല്ലാം കൂടെ സന്തോഷത്തോടെ നടന്ന കുടുംബം. എനിക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നത്. വൈകുന്നേരമായപ്പോൾ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ആ വേദന, അതാണ് സമാധാനമില്ലാത്ത. അപ്പം സിറ്റുവേഷനെയാണ് അവിടെ പറയുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ സിറ്റുവേഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രിസ്തു ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി. എൻ്റെ അർത്ഥം, നിങ്ങളുടെ ഇനി ഒരു സിറ്റുവേഷനും നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുവാൻ കഴിയത്തില്ല. എനിക്ക് സ്വസ്ഥത തരാത്ത ഏത് വിഷയമുണ്ടോ ആ വിഷയത്തിന്റെ മേൽ ദൈവം എനിക്ക് സമാധാനം തരുമെന്ന് പറയണം. സമാധാനം തരും. സത്യത്തിന്റെ സമൃദ്ധിയോ അത് വെളിപ്പെടുത്തിക്കുന്നു. അടുത്ത വാക്യം ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ചു പോവാണ്. നാളെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ പെട്ടെന്ന്. സങ്കീർത്തനം നോക്കിയേ, ഞാൻ അവർ അകൃത്യമൊക്കെയും മോചിപ്പിക്കും, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ചിലർ പറയത്തില്ലേ, ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ എൻ്റെ രോഗം പലരും ചിന്തിച്ചേക്കുന്നത് ഈ ഞാനതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധന ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പ്രാർത്ഥന സൂമിലും കൂടെ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സൂമിലും കൂടെ നമ്മുടെ ആരാധന ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പം ഞാൻ വളരെ ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധന ഞാൻ വളരെ സന്തോഷത്തോടെ എല്ലാം മറന്ന് പാട്ട് പാടി നന്നായിട്ട് ആരാധിച്ചൊരു സമയം. ഞാൻ മറന്നു ശരിക്കും പറഞ്ഞാൽ.
ആരാധന നിർത്തിയപ്പോഴാണ് ഞാൻ ആരാധനയിൽ നിന്ന് പുറത്തു വന്നത്. ഭയങ്കരമായ ഒരു സന്തോഷം, ഭയങ്കരമായ ഒരു സമാധാനം ഉള്ളത്തിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ കർത്താവിൽ ഇടയായിത്തീർന്നു. അതാണ് സമാധാനം. നമ്മൾ ഓർക്ക് ഈ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നാൽ പോരെ ബ്രദറെ, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എന്നാ കുഴപ്പം? പക്ഷെ കൂട്ടായ്മയിൽ വന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതവും സമാധാനവും ലോകത്തിൽ എങ്ങും കിട്ടത്തില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മനസമാധാനമില്ലാതെ പല ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ സമയത്ത് ആ കൂട്ടായ്മ ചെന്ന് ചിലപ്പോൾ ഒരു സഹോദരനോട് വലിയ വർഷിപ്പ് ലീഡ് ചെയ്യുമായിരിക്കും. പക്ഷെ ആരാധനയിൽ പങ്കുചേർന്ന് 2-3 പ്രാവശ്യം പാട്ടൊക്കെ പാടി ഒന്ന് ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ടകത്ത്. അത് ലോകത്തിൽ എങ്ങും കിട്ടത്തില്ല. ഇവിടെ നോക്കിയേ, നമ്മുടെ അകൃത്യങ്ങളൊക്കെ മോചിപ്പിച്ച് നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവന്റെ ദയയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുന്നു. നോക്കി, ഈ വചനമൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഈ വചനം പറയണം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കിയ തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഓ ബ്രദറെ, 40 വയസ്സ് കഴിഞ്ഞു. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ 40-50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് കിളവന്മാരും കിളവിമാരും ഒക്കെയാ. 40-50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ പ്രായമായി റിട്ടയർമെന്റിലേക്കൊക്കെ പോകും. ഞാനിപ്പോൾ ഇരിക്കുന്ന രാജ്യത്തിൽ ഞാൻ പലപ്പോഴും നിങ്ങൾക്കറിയാം, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരെയും കയറി നമ്മൾ ആൻറ്റിയെന്നോ അങ്കിളെന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. എത്ര പ്രായമുള്ള 90-100 വയസ്സുള്ള അപ്പച്ചനെ ആണെങ്കിൽ പോലും നമ്മൾ അപ്പച്ചൻ വിളിക്കാൻ പറ്റത്തില്ല. അവർക്ക് പേര് വിളിക്കുന്ന ഇഷ്ടം. കാര്യം അവർക്ക് അവർ യൗവനക്കാരനായിട്ട് 80 വയസ്സിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ജോലിക്ക് പോയിരിക്കും. ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലിക്ക്. നമ്മുടെ നാട്ടിൽ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും പ്രായമായി, വയസ്സായി. അവിടെ 50 വയസ്സ് കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇപ്പോഴാണ് യൗവനം ഒന്ന് ആയത്, ഇപ്പോഴാണ് നമ്മളൊന്ന് യൗവനത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചെന്ന് പറയുന്നത്. 50 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ 50 വയസ്സാകുമ്പോൾ നമ്മൾ ഉടനെ പറയും ഇനിയിപ്പോൾ എന്നാ പ്രായമുണ്ട്. നമ്മൾ ഉടനെ കാൽക്കുലേറ്റ് ചെയ്യുക, കൂടിപ്പോയ 10-20 വർഷം. കണ്ടോ, ശ്രദ്ധിച്ചോണേ. എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. പ്രായമാകുമ്പോൾ കണ്ണാടിയുടെ പവർ, കഴിഞ്ഞ സൗകര്യം പറഞ്ഞു കേട്ടില്ലേ, 8 വർഷമായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നു. ആ കണ്ണാടിയുടെ പവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്തു. ഇപ്പൊ കണ്ണാടി ഇല്ലാതെ ബൈബിളിലെ കുഞ്ഞക്ഷരം വായിക്കാം. എത്ര പേരാ സാക്ഷ്യം കേട്ടായിരുന്നു? എത്ര പേരാ സാക്ഷ്യം കേട്ടു, ബലപ്പെട്ടു? ഞാൻ കേട്ടായിരുന്നു. കേട്ടായിരുന്നു. ആമേൻ. അപ്പൊ ആലോചിക്കേ, വർഷാവർഷം 8 വർഷമായിട്ട് കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ കണ്ണാടി വെച്ചുകൊണ്ട് പോകാനല്ല. നിന്റെ യൗവനം കഴുകനെ പോലെ, നോക്കിയാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കിത്തക്കവണ്ണം. അപ്പൊ എന്റെ യൗവനം എന്ത് ചെയ്യും? കഴുകനെ പോലെ പുതുക്കി വരും. കഴുകന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാല്ലേ? കഴുകന്റെ ഈ ഒരു സമയമാകുമ്പോൾ ഇത് എന്ത് ചെയ്യും? പാറമേലൊക്കെ പോയിരുന്ന് മറഞ്ഞിരിക്കും. ഇതിന്റെ തോലുകൾ പൊഴിച്ചു കളയും. അവസാനം ഞാനത് പെട്ടെന്ന് അങ്ങ് പറയുക, കുറെ കഴിയുമ്പോഴേക്കും അതിന്റെ തൂവലുകൾ വീണ്ടും അതിന് പിടിച്ചു വന്ന് അത് വീണ്ടും പറന്നുയരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കഴുകന്റെ നോക്കിയാൽ പ്രത്യേകത. കഴുകന്റെ ആ ഒരു തൂവലുകളൊക്കെ നഷ്ടപ്പെട്ട് കുറേ നേരം അതെന്ത് ചെയ്യും? പാറയുടെ ഇടുക്കിന്മേൽ പോയിരിക്കും. അതിനുശേഷം അത് വീണ്ടും അതിന്റെ പപ്പും പൂടെയൊക്കെ പിന്നെയും തിരിച്ചു വന്ന് വീണ്ടും അത് ശക്തിയോടെ പറക്കുന്നത് പോലെ എൻ്റെ യൗവനം കഴുകൻ. അപ്പൊ എൻ്റെ ആരോഗ്യത്തെ പറ്റി ബൈബിൾ പറയുന്നത് കണ്ടോ? ഇത് ഭൂമിയിൽ കിട്ടത്തില്ല. ഭൂമിയിൽ ലോകത്തിൽ ഒരു മെഡിസിനും ഇല്ല. മനുഷ്യൻ യൗവനത്തോടെ ഇരിക്കുവാൻ, മനുഷ്യൻ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ലോകത്തിൽ ഒരു മരുന്നുമില്ല. എന്ന് പറയും നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ മതി, നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കും. നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത നല്ലതാണ്, അതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കും. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് ഭയങ്കരമായ ജിമ്മിൽ പോകുന്ന പല ആളുകളും, വളരെ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പൊ ആയുസ്സും ആരോഗ്യവും ഇതൊക്കെ ചെയ്യുന്നതല്ല കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇതൊക്കെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യണം ജീവിതത്തിൽ അനുദിനം. നമുക്കിതൊക്കെ വേണം. പക്ഷെ ആരോഗ്യവും ആയുസ്സും ദൈവം തന്നില്ലെങ്കിൽ തീർന്നല്ല. ബൈബിൾ പറയുന്നു, എനിക്ക് അവൻ ആരോഗ്യത്തെ തരും, എൻ്റെ സകല രോഗത്തെയും സൗഖ്യം. എൻ്റെ കൂടെ പറഞ്ഞോടെ, എൻ്റെ എല്ലാ രോഗവും സൗഖ്യമാകും എന്ന് പറ. എന്റെ എല്ലാ എല്ലാ രോഗവും രോഗവും സൗഖ്യമാകും. ആമേൻ. ഇനി മറ്റൊരു വാക്യങ്ങളുടെ വക ഞാൻ ഇന്ന് പറഞ്ഞു കൊടുത്തുള്ള, നാളെ എക്സ്പ്ലെയിൻ ചെയ്തോളെ. അടുത്ത വാക്യം സദൃശവാക്യത്തിന്റെ അകത്ത് 8-ാമത്തെ വാക്യത്തിന്റെ 18 പറയുന്നു, എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ട്. നോക്കി, അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്റെ കയ്യിൽ ധനമുണ്ട്. യഹോവയെ ദൈവം പറഞ്ഞു, എന്റെ കയ്യിൽ ധനമുണ്ട്, മാനമുണ്ട്, മാന്യതയുണ്ട്, പുരാതന സമ്പത്ത്, ട്രഷറുകളുണ്ട്, നിധികളുണ്ട്.
നിധികൾ. എന്താ ഈ നിധികൾ എന്ന് പറഞ്ഞാൽ? മറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന പല നിധികൾ, പെട്രോൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നത് അല്ലേ. അതേപോലെ കനികളുണ്ട്, സ്വർണ്ണ കനികൾ. ഞാൻ എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ആഫ്രിക്കൻ കൺട്രിയിൽ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി, സ്വർണം കനി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, സ്വർണം കനി കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. പ്രത്യേക ഒരു, നമുക്കറിയാം ആഫ്രിക്കയിൽ ഒരു സ്ഥലമുണ്ട് അല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തായിട്ട് കുറച്ച് ദൂരം യാത്ര ചെയ്താൽ മതി, സ്വർണ്ണം അവർ കനി എന്ത് ചെയ്യും, അവർ സ്വർണത്തെ കുഴിച്ചെടുക്കുന്ന സ്ഥലമായത്. നോക്കിയേ, ബൈബിൾ നമുക്ക് വേണ്ടി വെച്ചിരിക്കും ധനവും മാനവും പുരാതന സമ്പത്തും. അപ്പൊ സാമ്പത്തിക അനുഗ്രഹം തെറ്റല്ല. ചിലർ പറയത്തില്ലേ, സാമ്പത്തിക അനുഗ്രഹത്തിൽ ഒന്നും അല്ല കാര്യം കേട്ടോ. ഒന്നുമല്ല. ബൈബിൾ പറയുന്നു ധനവും മാനവും പുരാതന സമ്പത്ത്. പറഞ്ഞു, എൻ്റെ ഫലം പൊന്നിനേക്കാളും എൻ്റെ പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായം മേൽത്തരമായ വെള്ളിയിലും നല്ലത്. അതിൻ്റെ അർത്ഥം പൊന്നും വെള്ളിയും വേണ്ടെന്നല്ല, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് അതിൻ്റെ അർത്ഥം. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകകളെ അവകാശമാക്കി കൊടുക്കുക. എന്നാ വചനമായത്. ഈ ബ്രദറെ, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെ പറ്റി മാത്രം പറയാതെ ബ്രദറെ, ബൈബിൾ വ്യക്തമായി പറഞ്ഞ സഹോദരങ്ങളെ, നിത്യതയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, ഈ ഭൂമിയിലും അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ നോക്കിയേ, ഈ വസ്തുവകകളൊക്കെയും അവകാശമാക്കി കൊടുക്കുക. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എനിക്ക് വസ്തുവകകളെ തരുമെന്ന് പറ, ഫ്രീ ആയിട്ട്. ദൈവം എനിക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ഞാനത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് നേരത്തെ കേട്ടവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വീണ്ടും കേൾക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾ ഇത്രയും കേട്ടല്ലോ. ഞാൻ ആരോഗ്യത്തെ പറ്റി കേട്ടു, നാളെ അത് എക്സ്പ്ലെയിൻ ചെയ്തോളെ, പെട്ടെന്ന് സമയം മുന്നോട്ട് പോയതുകൊണ്ട്. ധനവും മാനവും പുരാതന സമ്പത്തും ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പം ഇത് ദൈവം നമുക്ക് തരാൻ വേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് ദൈവത്തെ ആരാധിച്ചു. നിങ്ങൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തെ ആരാധിക്കും. നമ്മൾ ആലയത്തിൽ വന്നിരിക്കുന്നത്, നിങ്ങൾ എത്ര മാനസിക സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകണം, ആരാധിക്കണം. അവിടെ പോയിട്ട് കൈയും കെട്ടി ഇങ്ങനെ കഴുത്തിങ്ങനെ കറക്കിക്കൊണ്ട് അവരെന്ത് ഡ്രസ്സ് ഇട്ടു, അവർ ഏത് ചുരിദാർ ഇട്ടു, ഏത് ഡ്രസ്സ് ഇട്ടു, ബ്രദർ എന്നാ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ബ്രദറിൻ്റെ ഉടുപ്പിൻ്റെ കളർ എന്തുവാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബ്രദർ നന്നായിട്ടാണ് നിൽക്കുന്നത്, ഇതൊന്നും നോക്കാൻ വേണ്ടി ആരും പോകരുത്. നിങ്ങൾ അവിടെ പോയിട്ട് നന്നായിട്ട് ആരാധിക്കുന്നവർ ആകണം. നമ്മൾ പലപ്പോഴും പാടത്തില്ല, കഷ്ടങ്ങൾ സാരയില്ല, കണ്ണുനീര് സാരയില്ല, നിത്യതേജസ്സിൻ വലം ഓർക്കുമ്പോൾ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളൊക്കെയും സാരമില്ല എന്ന പാട്ടൊക്കെ പാടി പലരും ആരാധിക്കാറുണ്ട്. പക്ഷേ പല ആൾക്കാരുടെയും ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഷ്ടം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന രോഗവും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങൾ കടന്നു പോകുന്ന ദുരിതങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ബൈബിൾ പ്രകാരം നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല. പൗലോസ് ലീഹ കഷ്ടമെന്ന് പറഞ്ഞാൽ സുവിശേഷം നിമിത്തമുള്ള കഷ്ടങ്ങളെ പറ്റിയാണ് പൗലോസ് പറഞ്ഞത്. ഞങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെരുശലേമിൽ നല്ല ഒന്നാന്തരം ഗമാലിയൽ എന്ന് പറയുന്ന ടീച്ചറുടെ അടുത്ത് പോയി മിടുക്കനായി പഠിച്ച, ഇന്നത്തെ ഓക്സ്ഫോർഡ് എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് പഠിച്ച് കുടുംബത്തിൽ നല്ല ഒന്നാന്തരം സ്വത്തുണ്ടായിരുന്ന, പരീശന്മാരിൽ പരീശനായ, ബൈബിൾ പണ്ഡിതനായ, എല്ലാ സമ്പത്തും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ് ലീഹ. സുവിശേഷവുമായിട്ട് നേരെ അഥേനയിലേക്ക് പോയി. അവിടെയാണ് പട്ടിണി കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സ്ഥലം. വീട്ടിൽ നന്നായിട്ട് ആഹാരം കഴിച്ച മനുഷ്യനാണ്. അവിടെ ചെന്നിട്ടാണോ വേറെ ഏതൊക്കെയോ ഗോത്രഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, അവർ തരുന്ന ആഹാരമാണെങ്കിലോ പച്ചയിറച്ചിയൊക്കെ ആയിരിക്കും. നല്ല കുടിവെള്ളം കിട്ടി കാണത്തില്ല. യെരുശലേമിലെ പോലെ വലിയ വലിയ കിണറുകൾ കാണത്തില്ല അവിടെ. അങ്ങനെ പലയിടങ്ങളിൽ ഇവർ യാത്ര ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ആപത്തുണ്ടായി. അപ്പോൾ കാട്ടിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടല്ലേ പുലി പിടിക്കാൻ വേണ്ടി വന്നത്. കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത്, കടലിലെ ആപത്ത്. എന്താ കടലിലെ ആപത്ത്? കാറ്റും കോളും വന്നു. അപ്പൊ ഈ യാത്രകളിലൂടെയൊക്കെ ഇവർ പൊക്കോണ്ടിരിക്കുക. പല പട്ടണങ്ങളിൽ ചെല്ലും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ ചിലരിങ്ങനെ, ചില സഹോദരന്മാർ പറയാറുണ്ട്, അയ്യോ ബ്രദറെ, അവിടെ ഇങ്ങനെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ, അവിടെ ഇപ്പോഴും ലിപി ഇല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുന്ന ഗോത്രങ്ങൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി. ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോലും എത്തിച്ചേരാൻ പറ്റാത്ത സ്പേസുകൾ അവിടെയുണ്ട്. ഇവർ വലിയ ടീമായിട്ട് വണ്ടി പിടിച്ചു പോയതാ. മാപ്പ് ഇട്ടിട്ട് പോലും പോകത്തില്ല അങ്ങോട്ടൊന്നും വഴികൾ. ഏതോ കായലിന്റെയോ കടലിന്റെയോ ഒക്കെ അടുത്ത് പോയി നിൽക്കുക വണ്ടി. അങ്ങോട്ട് കൂടുതൽ ഒരു യാത്ര ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഇപ്പോഴും ഗോത്രഭാഷകൾ സംസാരിക്കുന്ന, അതേ സൈൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. വയനാട്ടിലും ഉണ്ടല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് നിങ്ങളിപ്പം മലയാളവും പറഞ്ഞുകൊണ്ട് ബൈബിളുമായിട്ട് എങ്ങനെ ഇരിക്കും? നിങ്ങൾ എന്ത് കഷ്ടപ്പാടുണ്ടാവും അല്ലേ? ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്നിരിക്കാം, ചിലപ്പോൾ ഉപദ്രവിക്കാൻ വന്നെന്നിരിക്കാം,
ചിലപ്പോൾ നിങ്ങളോട് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗം സൗഖ്യമായി, പക്ഷെ എങ്ങനെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? സ്ട്രഗിൾ ചെയ്യുന്നതല്ലേ. കിടക്കാൻ നല്ല മെത്ത കാണത്തില്ല, വഴി കിടക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം കൂടിച്ചേർത്ത് പൗലോസ് പറഞ്ഞു, ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ, പലപ്പോഴും എതിർപ്പുകൾ ഉണ്ടായി, പല രാജ്യത്തും എതിർപ്പുകൾ ഉണ്ടായി. നമുക്കറിയാം, ചില രാജ്യത്ത് ബൈബിൾ ബാൻ ചെയ്ത സ്ഥലങ്ങളുണ്ട്, സുവിശേഷം കയറ്റാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത ചൈനയിൽ ഒരു ദേവദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ, ഇതൊക്കെ നമുക്ക് വലിയ ഭാഗ്യമാണ്. അവര് ബൈബിള് കാണാപ്പാഠം പഠിച്ചിരിക്കുക. അവിടെ ബൈബിൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ചില ഇടങ്ങളിൽ അവർ ബൈബിൾ കാണാപ്പാഠം പഠിച്ചിട്ട് പ്രസംഗിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമുക്ക് ബൈബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി, 3-4 ബൈബിള് നിങ്ങളുടെ ഉണ്ടല്ലോ. എൻ്റെ തന്നെ പല വെറൈറ്റി ബൈബിളുകൾ വീടിൻ്റെ അകത്തുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമില്ല ബൈബിൾ പിടിക്കാനോ. അതുകൊണ്ട് അവരെന്നറിയോ, ലഭിക്കുന്ന വചനങ്ങൾ മുഴുവൻ കാണാപ്പാഠം പഠിച്ചിട്ട് അവർ പ്രസംഗിക്കുന്ന എന്ത് അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ ഇങ്ങനെയുള്ള പലയിടങ്ങൾ ലോകത്തിലുണ്ടായി. ഇതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, ഈ ലോകത്തിൽ ബഹു കഷ്ടമുണ്ടെന്നൊക്കെ പറയാൻ കാരണം ഞൊടി നേരത്തേക്കുള്ളതൊക്കെ മാറും. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രോഗത്തിലിരിക്കുമ്പം ഇതെല്ലാം ഈ കഷ്ടതയാന്ന് കണക്ട് ചെയ്യും. നിങ്ങൾ തകർന്ന് അരിപ്പടവായിട്ടിരിക്കുമ്പോഴേക്കും സാരമില്ല, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അല്ല. സുവിശേഷ നിമിത്തം ഉണ്ടാകുന്നതും, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞാൻ ആ വാക്യത്തിലേക്ക് ഇരമ്യാവിലേക്ക് വരികയാണ്. നോക്കിയേ, ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവനെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും, സങ്കീർത്തനം നോക്കിയേ, ഞാൻ അവന്റെ അകൃത്യമൊക്കെ മോദിപ്പിച്ച് നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. അടുത്ത വാക്യം, ധനവും മാനവും പുരാതന സമ്പത്തും ആർക്കുണ്ട്? ദൈവത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇവിടെയൊക്കെ നിങ്ങൾ പറയുന്ന നോക്കിയ രോഗം മാറുമെന്നാണോ, നിങ്ങളുടെ കടഭാരവും ഞെരുക്കവും മാറുമെന്നാണോ, സമാധാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നൊക്കെയാണോ? ഏതാ വിധത്തിൽ പറഞ്ഞിരിക്കുന്നത്? കിട്ടുമെന്നാണോ കിട്ടത്തില്ലെന്നാണോ? അപ്പൊ നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത് പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അകത്ത് നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ രോഗത്തെ പറ്റി അവിടെ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിയില്ലേലും കുഴപ്പമൊന്നും നിത്യതേജസ്സിന് വരെ ഓർക്കുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ രോഗം മാറത്തില്ലെന്നും നിങ്ങളുടെ പ്രശ്നം ഇതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ ആരാധിക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും, അതിനൊരു മാറ്റവും വരത്തില്ല. പക്ഷെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? ഈ വചനമൊക്കെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട്. രോഗത്തിലിരിക്കുമ്പോഴും കൈയൊഴുകണം, ഇല്ല യേശുവിന്റെ രോഗത്തെ മാറ്റിയിരിക്കുന്നുള്ള ധൈര്യത്തിൽ സൗഖ്യമാക്കിയ സൗഖ്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അതാണ് പലപ്പോഴും പാട്ടുകൾ നമ്മളെ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളത് പാടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ടാവും അല്ലേ, എൻ്റെ കുഞ്ഞിന്റെ വിഷയം സാരമില്ല, കുടുംബം മുഴുവൻ തകർന്നു കിടക്കുക സാരമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല സാരമില്ല. കാരണം ഇതൊക്കെ ഞൊടി നേരത്തേക്കുള്ള, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യരുതേ, അത് ഇതുമായിട്ട് ബന്ധമല്ലേ. കാരണം ബൈബിൾ നിങ്ങൾ നോക്കിയാൽ വ്യക്തമായി പറയുന്നു, ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും, ഞാൻ നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കും, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. ഇതെല്ലാം പറയുന്ന ദൈവം പിന്നെ മാറ്റി പറയുമോ? പറ. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ അകത്ത് എന്തോ അർത്ഥവ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ പലപ്പോഴും ചിന്ത വന്നത്, ബൈബിൾ ഒരു വശത്ത് പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് ഈ അനുഗ്രഹം, അബ്രഹാമിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ നമ്മുടെ മേൽ വന്നിരിക്കുന്നു. മെറ്റീരിയൽ ബ്ലെസ്സിംഗ് ഉണ്ട്, ആത്മീയ അനുഗ്രഹമുണ്ട്, ഭൗതിക അനുഗ്രഹമുണ്ട്. പിറ്റേ ഒരു സ്ഥലത്ത് പൗലോസ്ലീഹ പറയുന്നു ഇതെല്ലാം ചപ്പും ചവറുവാ. അപ്പൊ എന്താ അർത്ഥം? അപ്പൊ നിങ്ങൾ ആ അർത്ഥം മനസ്സിലാക്കണം. പൗലോസ്ലീഹ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം മനസ്സിലാവും. അതുകൊണ്ടാണ് പല പാട്ടുകളും പാടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒപ്പം കൈയടിച്ച് ആരാധിച്ച് അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തെ കയറി പിടിക്കും. അതുകൊണ്ടാണ് പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ പാടാവുള്ളൂ. കാര്യം ഓരോ പാട്ടും നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്കാണ് കയറിപ്പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാലം അങ്ങനെ ആരാധിച്ച് ആരെങ്കിലും ഉണ്ടോ ആ പാട്ടൊക്കെ പാടി? പാട്ട് പാടരുന്നല്ല ഞാൻ പറയുന്നത്, ഈ അർത്ഥം തിരിച്ചറിയാതെ ഉണ്ടോ? ഇപ്പൊ പാടത്തില്ല. അപ്പൊ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിലാക്കണം ഏത് കഷ്ടമാണത്. നിങ്ങളുടെ രോഗം അതൊരു കഷ്ടമാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ, രോഗത്തിന്റെ അകത്ത് ഇരിക്കും, എനിക്ക് കൈ അടിക്കാൻ പറ്റില്ല, കൈയുടെ ഓരത്തിന് ഭയങ്കര വേദന, കൈ തളർന്നു പോയിരിക്കുക, സാരമില്ല. ദൈവത്തിന്റെ ആഗ്രഹം കരങ്ങൾ തട്ടി ആരാധിക്കാനാ. പക്ഷെ പൗലോസ്ലീഹ പറഞ്ഞല്ലോ കഷ്ടങ്ങൾ സാരമില്ലെന്ന്.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകണം. എന്ത് കോണ്ടസ്റ്റിലാണ് അപ്പോസ്തലൻ അത് പറഞ്ഞിരിക്കുന്നത്? സുവിശേഷം നിമിത്തമെന്ന് പൗലോസ്ലീഹ പലയിടങ്ങളിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയാത്തതിന്റെ കാരണം ആ വചനത്തിൽ ആദ്യമേ അത് പുള്ളി പറഞ്ഞു. അത് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ എപ്പോഴെപ്പോഴും പൗലോസ്ലീഹ അത് പറയാത്തത്. നിങ്ങൾക്കറിയാവോ, ഞാൻ കഥേനയിൽ ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതെ പോകരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് വലിയ കഷ്ടം അവിടെ ഉണ്ടായി. എന്താ അവിടെ കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കൊല്ലുന്ന രീതിയിൽ, നമുക്ക് കുരുനിലത്തിലേക്ക് പറയുന്നു, ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിശ്ചയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കരമായ മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചു. അപ്പൊ അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി. എന്താന്ന് പൗലോസ് പറയുന്നില്ല. പക്ഷെ പൗലോസ്ലീഹ പറഞ്ഞിട്ട് മരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉള്ളിൽ പറയേണ്ടി വന്നു. അപ്പൊ അവരെ കൊല്ലാൻ അവർ കൊണ്ടുപോയെന്നതിന്റെ അർത്ഥം, സുവിശേഷം പറഞ്ഞ നിമിത്തം. അപ്പൊ ഇതുകൊണ്ടൊക്കെയാ പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിലെ ഈ ഇപ്പോഴുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നത് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്യുന്ന ഈ പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. സുവിശേഷത്തിന്റെ അകത്ത് ഇപ്പം ഞാൻ പറയാം, നിങ്ങളിപ്പോൾ കുടുംബത്തിൽ നിങ്ങൾ മാത്രമേ പ്രാർത്ഥന നിൽക്കുന്നുള്ളൂ. ഭർത്താവ് എന്നെ പറഞ്ഞു, നിനക്ക് 7 നേരവും പ്രാർത്ഥനയുള്ളൂ. മക്കൾ എന്നെ പറഞ്ഞു, അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണോ? അപ്പൊ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണോ? വേറെ പണിയൊന്നും ഇല്ലേ? അവർ എതിർക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുവല്ലേ? നിങ്ങൾ പറയത്തില്ലേ, കർത്താവെ ഇവർക്ക് വേണ്ടിയല്ലേ ഈ പ്രാർത്ഥിക്കുന്നത്, ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇതൊരു സ്ട്രഗിൾ ആണ്. നാളെ ഓർത്തോണം, ഇത് ദൈവം മാറ്റും. ഇന്ന് ചോദിച്ച തലമുറകൾ, മക്കൾ, ഭർത്താക്കന്മാർ ഒരുമിച്ച് വന്ന് നിങ്ങളുടെ ഒപ്പം ആരാധിക്കും. എന്നാ ബ്രദറെ തെളിവ് പറയാം? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ബൈബിളിലുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ടോ, ഇതിൽ നിന്നുകൊണ്ടാണ് ആരാധിക്കാൻ. ഞാൻ പറയാം, എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ വചനം കേൾക്കണമെന്ന് പലപ്പോഴും നിർബന്ധിക്കുന്നതിന്റെ കാര്യം. ഞാൻ ഈ പ്രെയർ ലൈൻ നമ്പർ അതിലൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ലിങ്കുകൾ, നമ്മുടെ സൂം പ്രെയറിന്റെ ലിങ്കുകൾ ഇടുന്നതിന്റെ കാരണം, ഈ പല ആൾക്കാരും വിളിച്ചിട്ട് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വചനം. വചനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഭയങ്കര പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുക, മനസ്സമാധാനമില്ല, നിക്കക്കള്ളിയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യം സ്വസ്ഥതയാണ്. നിങ്ങൾക്ക് ആവശ്യം, ഇപ്പൊ നിങ്ങൾക്കറിയാം, ആ ബ്രദറിന്റെ അടുക്ക പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ വലിയ അനുഗ്രഹം. ആ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് ആ ബ്രദർ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ നിമിഷം നിങ്ങളുടെ വലിയ വിഷയങ്ങളൊക്കെ ഒരു മാറ്റം ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ ദൈവം അത് ചെയ്യും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്ക് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം തരും. ഞാൻ ചോദിച്ചോട്ടെ, എത്ര ദിവസം എടുത്തു അവർക്കത് കിട്ടാൻ? എത്ര ദിവസം എടുത്തു ആ പാലും തേനും ഒഴുകുന്ന ദേശം കിട്ടാൻ? എത്ര സമയം എടുത്തു? 40 വർഷം. 40 വർഷം എടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, 40 വർഷം എടുത്തു. കാര്യം പെറുപെറുപ്പൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പിടിച്ചു നിന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ, ഇവര് മടുത്തു പോകാത്ത തന്നെ? എന്റെ ചോദ്യം ഇതാ. നമ്മളാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് 2-ാം മാസം ഒരു വിഷയത്തിന്റെ പ്രവൃത്തി നടന്നില്ലെങ്കിൽ, 4-ാം വർഷമോ 5-ാം വർഷമോ നമ്മൾ നടന്നില്ലെങ്കിൽ ഉടനെ എന്നാ പറയും? ഓ, ആ ബ്രദറൊക്കെ തട്ടിപ്പാ, ചുമ്മാ ഇരുന്നുകൊണ്ട് വിളിച്ചു ഊന്നൊക്കെയുള്ളൂ. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന്, മനുഷ്യനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി. ഞാൻ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ നീണ്ട 40 ഒരു മനുഷ്യന്റെ ആയുസിന്റെ പകുതി കാലം യോശുവയും കാലേബും ടീമും ഒക്കെ എന്ത് ചെയ്തു? മറുത്തു പറയാതെ, പിറുപിറുക്കാതെ എങ്ങനെ പിടിച്ചു നിന്ന് സഹോദരങ്ങളെ? അവര് പറയും, ഞങ്ങളെ നിർത്തിയ വചനം. അപ്പൊ വചനത്തിന് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റും. ദൈവപ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് വരെ പിടിച്ചു നിർത്താൻ പറ്റും. നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന വചനം, എനിക്ക് ദൈവം ആരോഗ്യം വരുത്തും, ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ ആ വചനം പിടിച്ചു നിർത്തും. എൻ്റെ ധനവും മാനവും പുരാതന സമ്പത്തും എനിക്ക് ലഭിക്കും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി മേഖലകളിൽ സമാധാനം ഉണ്ടാകും. ഈ വചനം ഒന്ന് പറയുമ്പോൾ ആ വചനം പിന്നെ നിങ്ങളെ പിടിക്കുക. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് എനിക്ക് അറിയത്തില്ല. പല സാഹചര്യത്തോടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഇങ്ങനെ വചനം വരുന്നൊരു അനുഭവം, തന്നെ വചനം വരും, ഭയങ്കരമായിട്ട് വചനം വരും. നമ്മൾ ആ സമയത്ത് ആ വചനം ഇങ്ങനെ പറയും, അറിയാതെ പറയും. നമ്മൾ ആ സമയത്ത് പറയാൻ വേണ്ടി ഓർത്തൊന്നുമല്ല, തന്നെ മനസ്സിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് പോലെ വചനം വരുന്ന അനുഭവം ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകത്ത് വചനത്തിന്റെ ജീവൻ കിടപ്പുണ്ട് കേട്ടോ.
വചനത്തിന്റെ ജീവനുള്ളവരിൽ മാത്രമേ ആ സമയങ്ങളിൽ വചനം സംസാരിക്കത്തുള്ളൂ. അതെന്നാ ബ്രദറെ വചനത്തിന്റെ ജീവനെന്ന് എടുത്തു പറയാൻ കാരണം? നമ്മുടെ നാട്ടിൽ പല മഠത്തിലെയൊക്കെ ഭിത്തിയിൽ ഇതുപോലെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം എന്നും വഴിയെ പോകുന്ന ആരോടും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അതിലൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴേ കോൺവെന്റുകളുടെ ഒക്കെ മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നുള്ള വചനം നമ്മൾ നോക്കിയെങ്കിലല്ലേ കാണത്തുള്ളൂ. അല്ലാതെ പുറയുന്ന വചനം നമ്മളെ വിളിക്കുവോ? ഇങ്ങോട്ട് നോക്കിയേ, ദൈവം വചനവും വഴിയും സത്യവും വന്നുകൊണ്ട് ആ വചനം നമ്മളെ വിളിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നും ആ വചനം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ നിർത്തുന്നത് കൊണ്ടാണ്. വചനം നമ്മളെ നിർത്തും. അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും പറഞ്ഞത്, പ്രതികൂലമാണെന്ന് പറയുന്ന സമയത്ത് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നികക്കള്ളിയില്ല, വചനം കേൾക്കുമോ? എന്നാ ബ്രദറെ വചനം കേട്ടോണ്ട് എന്നെ കിട്ടാനാ? വചനം കേട്ടാൽ എന്നെ കിട്ടും? നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും അത്ഭുതം കാണുന്നത് വരെ. 40 വർഷം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ കൂടെയുള്ള പലരും പിറുപിറുത്തും പലരും പിന്മാറി, മരുഭൂമിയിൽ സർപ്പം കൊത്തി പലതും ചത്തു വീണപ്പോഴും പലതും പിന്മാറി ആ മരുഭൂമിയിൽ അവസാനിച്ചപ്പോഴും വചനത്തിന്റെ ഉറപ്പകത്തുള്ളവൻ ദൈവത്തോട് പറ്റിയിരുന്ന് ആ പാലും തേനും ഒഴുകുന്ന അനുഗ്രഹത്തെ പ്രാപിച്ചുവെങ്കിൽ, കർത്താവിന്റെ വചനം ഉള്ളത്തിൽ പ്രവർത്തിക്കുന്നവനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആ സാക്ഷ്യമായി തീർന്നിരിക്കും. ആമേൻ. വേറൊന്നും നോക്കരുത്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, മനുഷ്യന്റെ വാക്ക്, ലോകത്തിന്റെ വാക്ക്, അധികാരികളുടെ വാക്ക്, ഇതിനെ മൈൻഡ് ചെയ്യരുത്. ബൈബിളിൽ തുറക്കുക. ബൈബിൾ പറയുന്നു, എന്നെ ഓടിക്കുന്ന ദൈവമല്ല, എന്നെ ചെതറിപ്പിക്കുന്ന ദൈവമല്ല, അവൻ സമാധാനത്തിന്റെ ദൈവം. എന്റെ കൂടെ പറഞ്ഞ ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ സമാധാനത്തോടെ നിൽക്കുമെന്ന് പറ. ഞാൻ നിൽക്കുന്നിടത്ത് സമാധാനത്തോടെ നിൽക്കും. എന്റെ കൂടെ എന്ന് വിശ്വാസം, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ കുടുംബത്തിൽ ഞാൻ എവിടെ പോയാലും സമാധാനത്തോടെ ഞാൻ വാഴുമെന്ന് പറ. എവിടെ പോയാലും ഞാൻ സമാധാനത്തോടെ ജോലി സ്ഥലത്ത് ഞാൻ എവിടെ പോയാലും ഞാൻ സമാധാനത്തോടെ വാഴും. ബൈബിൾ പറഞ്ഞു, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നിങ്ങൾ നോക്കിയേ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ തൊട്ട് വിടത്തേ ഉള്ളൂ. നാളെ നമുക്ക് ദൈവം അനുവദിച്ചാൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയം പറന്നുപോയി. ആമേൻ. അപ്പൊ എന്റെ രോഗസൗഖ്യം എന്നുള്ളത് ശ്രദ്ധിച്ചോ, എന്റെ അവകാശമാണെന്ന് പറയാൻ കാരണം ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തിൽ ഒരിക്കലും ഈ വാക്കില്ല, ആരോഗ്യം എന്ന വാക്കില്ല. നോക്കി, ആരോഗ്യമില്ല. നമ്മൾ പറയത്തില്ലേ, ഓ പ്രായമായി, പച്ചക്കറിക്കകത്തെല്ലാം മായം, പൊറോട്ടയ്ക്കകത്ത് വിഷയം, അതിൻ്റെ അകത്ത് വിഷയം, ഇറച്ചിക്കകത്ത് എന്താ പറയുന്നത്, ഇത് കുത്തിവെക്കുന്നു, ബീഫിൻ്റെ അകത്ത് എന്താ കുത്തിവെക്കുന്നു, അതിൻ്റെ അകത്ത് കുത്തിവെക്കുന്നു, പച്ചക്കറിക്കകത്ത് വിഷയം, എല്ലാം വിഷവാ, എവിടെ നോക്കിയാലും വിഷവാ. ഇതാ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറഞ്ഞു, സ്വോത്രത്തോടെ നീ ഭക്ഷിക്കുന്നുവെങ്കിൽ ഒന്നും ഒരു ദോഷമല്ല. കേട്ടെ, സ്വോത്രത്തോടെ ഭക്ഷിക്കുന്നുവെങ്കിൽ. അപ്പൊ സ്വോത്രം പറഞ്ഞങ്ങ് കഴിച്ചോണം. അതിൻ്റെ അകത്ത് ഇനി കുരുടാൻ കലക്കി ഒഴിച്ചാലും സൂത്രത്തോടെ മനഃപൂർവ്വം കഴിക്കാൻ വേണ്ടിയല്ല. അത് പരീക്ഷ, ദൈവത്തെ പരീക്ഷിക്കരുത്. ഇനി അടുത്ത് വിഷം ചേർത്തെന്നിരിക്കട്ടെ, എന്നാ ഞാൻ കുടിച്ചേക്കാന്ന് പറഞ്ഞു പോകരുത്. ആ ദൈവത്തെ പരീക്ഷിക്കുന്ന അങ്ങനെ ചെയ്യരുത്. അങ്ങനെയും ഇനി എന്നാ വിഷം കലക്കി കൊണ്ടുവന്നാലും നിങ്ങളൊരു സ്വോത്രം പറഞ്ഞ് ആമയം പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ദോഷം വരത്തില്ല, ആരോഗ്യം വരുത്തും. പറയണം എല്ലാ ദിവസവും പറയണം, ദൈവം എനിക്ക് ദിവ്യ ആരോഗ്യം ക്രൂശിലൂടെ തന്നിരിക്കുന്നു. ആ കയ്യിലും കാലിലൊക്കെ നോക്കിയിട്ട് പറ, എന്നെ കാണുന്നവർ പറ. എനിക്കറിയാവുന്ന ലോകത്തിൽ ഒരു പ്രശസ്തനായ ഒരു ദൈവദാസനുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാത്തതിന്റെ കാരണം നിങ്ങൾക്കത് വേറൊന്നുമല്ല. ഞാൻ ആളുകളുടെ ദൈവദാസന്മാരുടെ പേരുകൾ പലപ്പോഴും മെൻഷൻ ചെയ്യാത്തതിന്റെ കാരണം ഈ ചില ന്യൂസുകൾ ചിലപ്പോൾ നിങ്ങളെ അത് വിമർശിക്കുന്ന ന്യൂസുകളാണ് പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ കയറുമ്പോൾ ആദ്യം കിട്ടുന്നത്. അപ്പൊ അതിന്റെ പുറകെ ആൾക്കാർ പോകുന്നുണ്ട് ഞാൻ പലപ്പോഴും ആളുകളുടെ പേര് പറയാത്തത്. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട്, ഏകദേശം എനിക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 65-70 വയസ്സുണ്ട്. അദ്ദേഹത്തെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറുപ്പക്കാരനെ പോലെ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് പറയും, എന്റെ യൗവനം കഴുകനെ പോലെ, വിദേശിയായ ദേവദാസന്, എന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും, ഞാൻ എല്ലാ ദിവസവും യങ്ങായി വരും. ചുമ്മാ പറയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമോ ഇദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ അദ്ദേഹം യൗവനക്കാരനെ പോലെ ആയി മാറിയിരിക്കുന്നു. ഓ ബ്രദറെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അല്ലേ? വചനം പറ, നിങ്ങൾ ഞെട്ടുന്ന രീതിയിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും.
രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പ്രായമായില്ല, എന്നാ ചെയ്യാൻ, മുട്ടിൻ്റെ തേയ്മാനം, ആ തേയ്മാനം, കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, എല്ലാ അവയവവും തേഞ്ഞു തീർന്ന് പറയണം, ഞാൻ യൗവനം എൻ്റെ കഴുകനെ പോലെ പുതുക്കമുണ്ടാകും, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും, ഒരാൾക്കും ഞാൻ ബാധ്യത ആകത്തില്ല, ഞാൻ ഒരാൾക്കും ബാധ്യതയാകത്തില്ല. വിദേശിയായ ഒരു ദേവദാസന, ഇന്ത്യക്കാരനല്ല, മലയാളിയല്ല. നോക്കി, എനിക്ക് ആരോഗ്യം വരുത്തും. PG അങ്കിളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി, ആരോഗ്യം വരുത്തും, സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി എനിക്ക് നൽകും. അപ്പൊ പറയണം, ഞാൻ ഓരോ ദിവസവും, എന്നിട്ട് ഈ ആരോഗ്യം തന്നിട്ട് എന്ത് ചെയ്യാനാ? വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ വേണ്ടിയല്ല, സുവിശേഷത്തിന് വേണ്ടി ഓടാൻ വേണ്ടിയാ, യേശുവിൻ്റെ സുവിശേഷം പറയാൻ വേണ്ടിയാ. ചിലർ പലപ്പോഴും, ഞാൻ പറയും, എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എനിക്കിഷ്ടം, എനിക്കിഷ്ടമാണ് യാത്രകൾ ചെയ്ത് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ. അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണണം. ഒരിക്കലും നിങ്ങളൊരു കൂട്ടായ്മ വരുമ്പം ഒരു ഭാരമായി കാണരുത് ഒരു കൂട്ടായ്മയും. അത്രയും ദൂരമൊക്കെ യാത്ര ചെയ്തിട്ട് എന്നാ പ്രാർത്ഥനയ്ക്ക് പോകാനാ? ഒരിക്കലും ചിന്തിക്കരുത്. പറയണം, ഞാൻ ലോകരാജ്യങ്ങളിൽ പോകും ആരോഗ്യത്തോടെ. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 സാക്ഷ്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, ഞാൻ പറയാം. നിങ്ങൾക്ക് ടൈം ഒത്തിരി പോയവർക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം, നിങ്ങൾ യൂട്യൂബിൽ പിന്നെ കേട്ടാൽ മതി. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിന് ലോകങ്ങളിൽ മുഴുവൻ പോയി സുവിശേഷം പറയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ പോയി പല ആഹാരം കഴിക്കുമ്പം, നമുക്കറിയാം, പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പം പല ഫുഡുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം ചില ആഹാരം കഴിച്ചാൽ അദ്ദേഹത്തിന് വയറ്റിൽ പിടിക്കത്തില്ല, ഒന്നെങ്കിൽ വൊമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് വയറ്റിൽ നിന്ന് ഇതായി പോകും. അപ്പോൾ ഭയങ്കര അദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ പറ്റാതെ, അവർ തരുന്ന ആഹാരങ്ങളെ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ കഴിക്കാൻ പറ്റാതെ വന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്, വയറ്റിന് ഭയങ്കര വേദന, ഛർദിൽ. കാര്യം ഇദ്ദേഹം കേരളത്തിൽ മാത്രം ചോറും കറിയും മാത്രം കഴിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ചില രാജ്യത്ത് ചിലർ അവർ പകുതി വേവിക്കത്തുള്ളൂ, ചിലർ പുഴുങ്ങി കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ഇതുണ്ട് അല്ലേ. അപ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല പല ആഹാരങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഒരു ദേവദാസൻ അദ്ദേഹത്തിന് നോക്കി പറഞ്ഞു, നിന്റെ ഇന്റർനാഷണൽ സ്റ്റൊമക്ക് ആകട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ നോക്കി, ആ വാക്കൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ. ഇതിൻ്റെ സ്റ്റൊമക്ക് ഇന്റർനാഷണൽ സ്റ്റൊമക്ക് ആകട്ടെ എന്ന് പറഞ്ഞു ആ വയറ്റിൽ കൈവച്ചും കൽപ്പിച്ചു. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും ഒരു ഛർദിലുമില്ല, ഒരു പ്രശ്നവുമില്ല, ഏത് ഫുഡും ഇപ്പൊ ദഹിക്കുക. കണ്ടോ, ഇന്റർനാഷണൽ സ്റ്റൊമക്ക് ആകട്ടെ എന്ന് പറഞ്ഞു. ഏത് ഫുഡ് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അകത്തൊരു ശക്തിയുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു സാക്ഷ്യം പണ്ട് കേട്ടതാണ്, അത് പറഞ്ഞിട്ട് എനിക്കത് പറയാനൊരു ടെൻഡൻസി വന്നുകൊണ്ട് ഞാനത് പറയുവാണ്. സദൃശവാക്യത്തിലുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവകകൾ അവകാശമാക്കി കൊടുക്കും. നോക്കിയേ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവകകൾ അവകാശമാക്കി കൊടുക്കും. ബൈബിൾ നിങ്ങൾ നോക്കിയാൽ ദൈവം നമുക്ക് ചില അവകാശങ്ങൾ, അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പണ്ട് പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമാണ്. ഒരു വിദേശത്തുള്ള ഒരു ഭാര്യയും ഭർത്താവ് ഒരു ബൈബിൾ കോളേജിലോ മറ്റോ അങ്ങനെ എന്തൊരു സെമിനാരിയിലോ എന്തോ അവർ ജോലി ചെയ്യുക. പാത്രം കഴുകുന്ന പരിപാടികളും മറ്റു കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു ആ ഭാര്യയും ഭർത്താവിനും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ബസ് കയറി, പക്ഷേ ആ വിദേശ രാജ്യങ്ങളിലെ കൂടുതലും ബസ്സിനേക്കാളും കാറിനേക്കാളും ടാക്സിയേക്കാളും ഒക്കെ എളുപ്പം സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസ് കുറവാണ്. നിങ്ങൾക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു ബസ് പിടിച്ച് പോകുന്നതിനേക്കാൾ ലാഭമാണ് ഒരു കാർ ഉണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് പോകുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിച്ചു, പക്ഷെ പൈസ അവർക്കില്ല, അവർ ചെറിയ വരുമാനമേ ഉള്ളൂ, ഭാര്യയും ഭർത്താവ് ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിച്ചു, കർത്താവേ ഞങ്ങൾക്കൊരു വാഹനം ആവശ്യമാണ്. അവർ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വണ്ടി ഞങ്ങൾക്ക് തരണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചൊക്കെ അവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവരിങ്ങനെ ഓരോ ദിവസവും എനിക്ക് വന്നത് ഇവർ ഒരു നേരം മാത്രം എന്തോ ആഹാരം കഴിക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് കുറേ പൈസ ശേഷിപ്പിക്കും. അപ്പോൾ ഇവർക്ക് ഫുഡിൻ്റെ പൈസ അങ്ങനെ കുറേ എക്സ്പെൻസുകൾ അവർ കട്ട് ചെയ്തിട്ട് ആ പൈസ സാലറിയിൽ നിന്നും സേവ് ചെയ്യുക. അങ്ങനെ നീണ്ട 6 മാസത്തോളം അവർ സേവ് ചെയ്തു, പകുതി പൈസ ഉണ്ടാക്കി, ഡൗൺ പേയ്മെൻറ്റോ മറ്റോ എന്തിനു വേണ്ടിയാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു, വരുന്നതിന് 6 മാസം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ പിന്നെ അധ്വാനിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 6 മാസം, 1 വർഷത്തോളം ഇവർ അധ്വാനിച്ചു. അവരുടെ സാലറിയിൽ നിന്ന് പകുതി അവർ മാറ്റിവെച്ചു. അതായത് ആഹാരം കഴിക്കാതെ നല്ല രീതിയിൽ അവർ ഒതുക്കി വെച്ച പൈസയാണ്. 1 വർഷമായപ്പോഴേക്കും അവരൊരു ഷോറൂമിൽ പോയി കാറെല്ലാം കണ്ടു. നല്ല കാറ്, ഒരു ഫോർഡിൻ്റെ എന്തോ ഒരു കാറ്, സെക്കൻഡ് ഹാൻഡ് കാറാണ്. അപ്പം കാറ് മേടിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ അന്നെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു, പൈസ കൊടുക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന സമയത്ത് ഇവർ ഓർത്ത്, അപ്പോൾ ഭർത്താവ് ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി പോകല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം.
ഇവർ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഏത് കാര്യം എടുത്താലും ദൈവഹിതമാണോ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർ പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങളൊരു കാർ എടുക്കാൻ വേണ്ടി പോവാണ്, നല്ല വണ്ടിയാണ്, ദൈവം ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങൾ നീണ്ട പ്രാർത്ഥനയായിരുന്നു, അതിനൊരു മറുപടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ദൈവസന്നിധി പറഞ്ഞു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവർ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു അഡ്രസ്സ് കൊടുത്തു. അപ്പം നിങ്ങൾക്കറിയാം, ഇതൊന്നും നിങ്ങൾക്ക് പുതുമയല്ല. നമ്മുടെ കൂട്ടായ്മയിൽ പേരുകൾ വെളിപ്പെടുന്നത്, അഡ്രസ്സുകൾ വെളിപ്പെടുന്നത്, പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതൊന്നും നമുക്ക് സ്ഥിരം കാണുന്നു നമ്മളല്ലേ. അപ്പം നമുക്കതിപ്പോൾ ഒരു പുതുമയല്ല. ഇവരുടെ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്നൊരു അഡ്രസ്സിലുള്ള മനുഷ്യന് കൊണ്ടുവന്ന് ഈ പണത്തെ കൊടുക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സങ്ങ് തകർന്നുപോയി. കാരണം നീണ്ട 1 വർഷത്തോളം ആഹാരം പോലും മാറ്റിവെച്ച് കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ച പൈസയായിരുന്നു. ഈ സമയത്ത് പ്രെയർ റിക്വസ്റ്റ് അയക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയോടെ കേട്ട് ഓരോ സാക്ഷ്യത്തിൽ പോലും വലിയ അത്ഭുതമുണ്ട്. ഈ സമയത്ത് പ്രെയർ റിക്വസ്റ്റ് അയക്കരുത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവർ നീണ്ട 1 വർഷം പ്രാർത്ഥിച്ചിട്ടും ഇവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, ഇന്ന അഡ്രസ്സിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ പറയത്തില്ലേ, ഇന്ന കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ. ദൈവം ചില സമയത്ത് അങ്ങനെ നിയോഗങ്ങൾ തരും. എനിക്ക് ഒത്തിരി വ്യക്തിപരമായി ഉണ്ടായിട്ടുണ്ട് പലതും കൊടുക്കുവാൻ. അപ്പം ഇവരെന്ത് ചെയ്തു, ഇവർ മനസ്സോടെ ആ തുക എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഭർത്താവ് പ്ലാൻ മാറ്റി വെച്ചു. ദൈവം പറഞ്ഞതല്ല, ഇനി ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും. അപ്പോൾ ഭാര്യ പറഞ്ഞു, വേണ്ട അച്ഛാ, നമുക്ക് വണ്ടി എടുക്കണം. ഇനി അഥവാ ദൈവത്തെ എതിർത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പിന്നെ വലിയ വിഷയമാവും. ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും കർത്താവ് ഇടപെട്ടു, നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പകുതി പൈസ എടുത്ത് മാറ്റി വെച്ചിട്ട് പകുതി പൈസ എൻവലപ്പിൽ ഇട്ടിട്ട് ഇവർ ഒരു അഡ്രസ്സിൽ ചെന്ന്, വിദേശിയായ ഒരു മനുഷ്യനാണ്, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷുകാരനെ മറ്റേ എന്തുവാ. അപ്പം അവിടെ ചെന്ന് വാതിലെ മുട്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഇടപെട്ടതാണ് ഈ അഡ്രസ്സിൽ. ഉടനെ അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനായിരുന്നു. അദ്ദേഹം അപ്പം തന്നെ അവരെ റിസീവ് ചെയ്തു, അകത്തോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഓക്കെ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. ഉടനെ പെട്ടെന്ന് ഇരുന്ന് ഉടനെ പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഉണ്ട്, അതുകൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം പെട്ടെന്ന് ആ എൻവലപ്പ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ അത് തട്ടിപ്പറിച്ചിട്ട് ആ പൈസ എണ്ണാൻ തുടങ്ങി. ഇവർ മുമ്പ് വെച്ച് തന്നെ എണ്ണിയതിന് ശേഷം ഈ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞ ആള് നീയല്ല, നീ ഇവിടുന്ന് ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യോ അല്ല, ദൈവം ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ദൈവം പറഞ്ഞ ആളോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞത് ഇത്ര തുകയുമായിട്ട് അവൻ വരുന്നത്, പക്ഷേ ഇത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, നീ ദൈവത്തിൽ നിന്ന് വന്നതല്ല. നടന്ന സാക്ഷ്യം കേട്ടോ, അത് ഞാൻ കുറേ വർഷം 8-10 വർഷം മുമ്പ് കേട്ട സാക്ഷ്യമാണ്. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ പലതും പോയി, തുകയൊക്കെ പോയി. നടന്ന സംഭവം അമേരിക്കയിലെ മറ്റു സ്ഥലത്ത് മലയാളിയുടെ ഇടയിൽ സംഭവിച്ച കാര്യം പറയുന്നത്. ഇംഗ്ലീഷുകാരനും മലയാളിയും തമ്മിൽ നടന്നൊരു സാക്ഷ്യമായത്. അപ്പോൾ ഇദ്ദേഹം അത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ തെറ്റായ ഒരാളാണ്, എനിക്ക് തോന്നുന്നത് നീ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലല്ലല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ആ പൈസ വലിയ തുകയൊന്നും അല്ല, അവിടെ ഒരു കാറ് മേടിക്കുക എന്നുള്ളത് വലിയ തുകയൊന്നും അവിടെ ഇല്ലായിരുന്നു, ചെറിയൊരു കാറ്. അപ്പം ഉടനെ അവർ പറഞ്ഞു ഇല്ല. അപ്പോൾ ഭാര്യ ഉടനെ ബാഗിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഉടനെ ഈ മനുഷ്യൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം അകത്തോട്ട് പോയിട്ട് ഒരു ചെറിയൊരു ബോക്സ് കൊണ്ടുവന്ന് ഇവർക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ എന്തുവാ ഈ ബോക്സ്, ഒരു ചുമല ബോക്സ് എന്തോ. ഇത് കൊടുത്ത് ഇവർ തുറന്നു നോക്കിയപ്പം പുതിയൊരു വാഹനത്തിൻ്റെ താക്കോല് അദ്ദേഹത്തിൻ്റെ അകത്ത് വെച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു പുതിയ വാഹനം എൻ്റെ മോന് വേണ്ടി മേടിച്ചു, പക്ഷേ അവനത് ആ സമയത്ത് അത് വേണ്ട, മറ്റെന്തോ കാര്യത്തിന് വേണ്ടി അവൻ ആ രാജ്യത്തു നിന്ന് തന്നെ ജോലിക്ക് മറ്റോ എങ്ങോ പോയി, അവനിനി അത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് പരിശുദ്ധാത്മ പറഞ്ഞു, നീ അത് എന്ത് ചെയ്യരുത്, അത് വിറ്റ് കളയരുത്. ഞാൻ പറയുന്ന ഒരാൾക്ക് ആ പുത്തൻ വണ്ടിയാ, ആ വാഹനത്തെ നീ കൊടുക്കുക. നാളെ ഒരു സമയത്ത് അവനത് വരും ഇങ്ങോട്ട്. അപ്പം ഇവരുടെ മനസ്സിൽ എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടിണി കിടന്ന് ദാരിദ്ര്യം പിടിച്ച് ഉള്ള പൈസ മിച്ചം പിടിച്ച് ഒരു വണ്ടി മേടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആഗ്രഹമെങ്കിൽ, ദൈവത്തിൻ്റെ പ്ലാൻ, അവരാഗ്രഹിച്ച ആ വാഹനത്തിൻ്റെ ബ്രാൻഡ് ന്യൂ പുതിയ വണ്ടി സ്വർഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു, ഉപയോഗിക്കാത്തത് വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ബൈബിൾ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ വസ്തുവകകളെ അവകാശമാക്കി കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് കഥയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഈ രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് തന്നെ ദിവസവും നമ്മൾ അത്ഭുത രോഗസൗഖ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് അത്ഭുതങ്ങളുടെ ദൈവമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള കാര്യങ്ങളും കർത്താവ് ഇടപെടും. നിങ്ങളോട് ചിലപ്പോൾ കൊടുക്കാൻ പറയുമ്പം ബലം പിടിക്കരുത് കേട്ടോ. മേടിക്കാൻ നമുക്കെല്ലാം ഇഷ്ടമല്ലേ, പക്ഷെ കൊടുക്കുന്ന കാര്യത്തിലും മേടിക്കുന്ന കാര്യത്തിലും ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം നമുക്ക് ഇങ്ങനെ ചില അവകാശങ്ങളെ തരും. ദൈവം നമുക്ക് അവകാശങ്ങളെ തരും.
ഞാൻ പറഞ്ഞല്ലോ നീണ്ട കാലഘട്ടം എൻ്റെ സിസ്റ്റർ നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ ഉണ്ട്. പിന്നെ സഹോദരി എനിക്ക് ഒരു ലാപ്ടോപ്പ്, പക്ഷെ അത് ഒത്തിരി പഴയ ഒരു ലാപ്ടോപ്പ്, ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് എടുത്തു. ആ ലാപ്ടോപ്പ് ശരിക്കും പറഞ്ഞ ഡിസ്പ്ലേ എൻ്റെ അത് പോയി. ഡിസ്പ്ലേ പോയിട്ട് അതിൻ്റെ കീപാഡ് വർക്ക് ചെയ്യാതെ അത് മാറാൻ കഴിയാതെ നീണ്ട ഒരു 3 വർഷത്തോളം നമ്മൾ ആ ലാപ്ടോപ്പും വെച്ചുകൊണ്ട് സൂം പ്രയർ, ഗൂഗിൾ മീറ്റ് ചെയ്തു. നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് മുഴുവനും ആ ലാപ്ടോപ്പിലായിരുന്നു. നീണ്ട 3 വർഷം എൻ്റെ ഡിസ്പ്ലേ തകർന്നു പോയി. അതിൻ്റെ കീപാഡ് വർക്ക് ചെയ്യത്തില്ല. പകരം ഞാനൊരു സെപ്പറേറ്റ് ഇത് പറയുന്ന കീബോർഡ്, USB കീബോർഡ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം അത് മൊത്തം അന്ന് മാറാൻ എൻ്റെ ഇല്ല. 2014 കാര്യമാണ് പറഞ്ഞത്, 11 15 ആ ഡിസ്പ്ലേ അടിച്ചു പോയി, കീപാഡും പോയി. കുറച്ച് കാഴ്ച അതിനകത്തുള്ളൂ, ഡിസ്പ്ലേ കുറച്ച് കാണാൻ പറ്റും. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ നീണ്ട 3 വർഷം മീറ്റിംഗ് ചെയ്തു. ഇന്ന് ദൈവകൃപയാൽ ഏറ്റവും ബെസ്റ്റ്, എനിക്ക് വന്നത് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സൂം പ്രയർ മൊത്തവും ചെയ്ത് ഇത്രയും സിസ്റ്റങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ആ ഡിസ്പ്ലേ മാറാനില്ലാതെ ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ നല്ലൊരു ലാപ്ടോപ്പ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ്. കിട്ടിയില്ല. ഇത് ഒന്നും വേണ്ട, ഈ ഡിസ്പ്ലേ മാറാൻ ഒരു ഫിനാൻഷ്യൽ ഡോറ് തുറന്നില്ല. അന്നൊന്നും കിട്ടിയില്ല. കീപാഡ് മാറാനുള്ളൊരു ഫിനാൻസ് അന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവനും, ഒരു ദിവസം പരിശുദ്ധാത്മയോട് പറഞ്ഞു ഞാനിതങ്ങ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകും. അന്ന് മുതൽ എനിക്ക് നമ്മുടെ ഇരിക്കുന്ന ഇപ്പം മുഴുവൻ സിസ്റ്റങ്ങളും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിസ്റ്റം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സൂം പ്രയർ ലൈവും എല്ലാം ചെയ്യുന്നത്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിസ്റ്റം വെച്ചുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് ഞാൻ പറയുക ഇതൊക്കെ ജന് തട്ടിക്കൂട്ടാണ്, ദൈവം ഒന്നും തരത്തൊന്നുമില്ല. ഇല്ല, അന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഏറ്റവും ബെസ്റ്റ് കിട്ടും. പക്ഷെ കീപാഡ് പോലും മാറാൻ അന്ന് എന്ത് ചെയ്തില്ല, ദൈവം പൈസ കിട്ടിയില്ല. പക്ഷെ തന്നപ്പം ദൈവം ഒരു ടൈം വെച്ചു. ഏറ്റവും ബെസ്റ്റ് അവൻ അവകാശമായി തരും. ഞാൻ 10 രൂപ മുടക്കിയിട്ടില്ല എൻ്റെ അകത്ത്. ഞാനൊരു 10 രൂപ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം മിറക്കിൾസിലൂടെ തന്നതാണ്. ആമേൻ. ഇത് ഇന്ന് പത്ര നീണ്ടുപോയി പറയാൻ കാരണം ഈ 2 ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഈ 2 കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഡിവൈൻ ഹെൽത്ത്. സുയരത്തിൽ നിന്ന് വരുന്നു. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. നന്ദി കർത്താവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇത് നിങ്ങൾ കേട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ ബലം വരണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസത്തിലും, നിങ്ങൾ ബ്രദറെ ഞാനൊരു ആലോചന കേൾക്കാൻ വേണ്ടി വന്ന ബ്രദറെ, ഞാനൊരു അത്ഭുതത്തിന് വേണ്ടി, ഇതെല്ലാം നടക്കും. ഇതിൻ്റെ അകത്ത് ഇതെല്ലാം നടക്കും. ഇതെല്ലാം നിങ്ങളുടെ അവസ്ഥകളൊക്കെ മാറും. ഈ ദിവസങ്ങളിൽ ജോലി മേഖലയിൽ, കുടുംബത്തിൽ സമാധാനം അനുഭവിക്കാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ പറ, ഞാൻ ഓടത്തില്ല, ഞാൻ നിൽക്കുന്നോടത്ത് സമാധാനം ഉണ്ടാവും. എന്നോട് എതിർക്കുന്നതെല്ലാം ഓടും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവിൻ്റെ സാക്ഷി ഞാൻ ആകും. വിട്ടുകൊടുക്കരുത് കേട്ടോ, പറയണം. അവിടെ നിങ്ങൾ നിൽക്കുന്നോടത്ത് വേണം ദൈവപ്രവൃത്തി ഉണ്ടാവും. നിങ്ങൾ നിൽക്കുന്നോടത്ത് അത്ഭുതങ്ങൾ ഉണ്ടാവും. 1975 ജനിച്ച 2 തലമുറയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം, 1975 ജനിച്ചു, 2 തലമുറകളുണ്ട്. ആ 2 തലമുറകളുടെയും ഭാവി അടച്ചു വെക്കുന്ന രീതിയിൽ ചില വിഷയത്തിൻ്റെ അകത്ത് നിൽക്കുവാണ്. ഇന്ന് ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ആ മകനെയും ആ ഒരു കർത്താവ് തലമുറയും കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്, കയറി വരുന്ന മുറിയിൽ തന്നെ, ഹോളിൽ തന്നെ ഒരു ഭിത്തിയിൽ ഒരു ചിത്രം ഒട്ടിച്ചു വെച്ചേക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് ആ കുടുംബം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചാടിപ്പിടിച്ച്, ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോവാണ്. തലമുറയെ ബന്ധിച്ച് പറഞ്ഞു സിസ്റ്ററെ. ഞാൻ 1975 ബ്രദറെ. എനിക്ക് 2 മക്കളാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചാൽ അതൊരു അടയാളം കർത്താവിനെ കാണിക്കുന്ന. ആ ഭവനത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു പൂച്ച, അതായത് ഒരു ആഷ് കളറിലെ കളറുള്ള, ആഷ് കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു ചാര നിറത്തിലുള്ള ഒരു പൂച്ച അതിന്റെ പരിസരം വഴി ഞാൻ കാണുന്ന കാഴ്ച ഭവനത്തിന്റെ അടയാളം കാണിക്കുക. അതിങ്ങനെ ചുറ്റുവട്ടം നടക്കുന്ന ഒരു കാഴ്ചയും കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഒരടയാളമായി കർത്താവിനെ കാണിക്കുവാണ്. ആ ഭവനത്തെ കർത്താവ് തൊടുന്നു. ഏത് ഭവനാണ്? എന്റേതാണ് ബ്രദറെ. യേശുവിൻ ഈ നിറത്തിൽ തന്നെ ഉള്ളതാണോ? ഉണ്ട് ബ്രദറെ.
യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ദൈവം നിങ്ങളുടെ കുടുംബത്തെ തൊടുകയാണ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തി തുടങ്ങുകയാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയുകയാണ്. സരിത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. സരിതയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അയക്കുവാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിൻ്റെ ശൂന്യമായ അവസ്ഥകളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആ സരിതയുടെ തലമുറ മൂത്തതൊരു പെൺകുട്ടിയാണ്. മൂത്ത പെൺകുട്ടിയാണ്. മറ്റു തലമുറകളും അതുകൊണ്ട് അതിൻ്റെ മൂത്തത് പെൺകുട്ടിയാണ്. ഇവിടെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ആ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് എന്നെ ഒരു മാസം ആ കുടുംബത്തിൽ മെയ് മാസം ജനിച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു അത്ഭുതത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഏത് വ്യക്തിയാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി കർത്താവ് ആ കുടുംബത്തെ മാറ്റാൻ വേണ്ടി പോകുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ അത് തുറക്കുന്നു. അപ്പ ആമേൻ പറഞ്ഞ് ഏത് വ്യക്തിയാണോ, ആരുമായിട്ട് ബന്ധപ്പെട്ട ആലോചന പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ വ്യക്തി മാത്രം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ദൈവത്തിന്റെ സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പറഞ്ഞു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ സമൃദ്ധിക്കായിട്ട് നന്ദി പറയുന്നപ്പ. ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി കർത്താവ് തീർക്കുകയാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ കർത്താവ് ഇന്ന് എന്നെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് പറയാൻ വേണ്ടിയാണ്. ആലോചന ഇടപെട്ടവരാണെങ്കിൽ നിങ്ങൾ സംസാരിക്കാം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ജീസസ്. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ പറഞ്ഞല്ലോ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവ് ഇന്ന് ആ കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഷാർലറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഷാർലറ്റിന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഷാർലറ്റിന്റെ ഭവനത്തെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. സകല പ്രതിസന്ധിയിൽ നിന്നും ഷാർലറ്റിന്റെ ഭവനത്തെ ദൈവം വിടിവിക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ ഭവനത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു സിസ്റ്റർ. എന്റെ മകളുടെ പേര് ഷാർലറ്റ്, മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ആ മോക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഇത് വലിയ ദൈവപ്രവൃത്തി ഇന്ന് ഷാർലറ്റിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അവളുടെ ഭാവിയെ അടയ്ക്കുവാൻ നോക്കിയത് ഇപ്പോൾ ഈ നിമിഷം പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കുവാനാണ് യേശു വന്നിരിക്കുന്നത്. ആമേൻ പറഞ്ഞ് സിസ്റ്റർ സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവേ, അത്ഭുത സാക്ഷ്യം ഇന്ന് അവിടെ തുറക്കുന്നല്ലോ. അത്ഭുത സാക്ഷ്യം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കുടുംബത്തിൽ ഒരു സനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ എടുത്തു കാണിക്കുക. സനീഷ്. ഈ സനീഷിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഭവനത്തിന്റെ അകത്തു ആ ഹോളിലോട്ട് കയറി വരുന്ന സമയത്ത് ആ ഹോള് വീടിന്റെ അകത്തോട്ട്, അതായത് ഡോറ് തുറന്ന് അകത്തോട്ട് കയറി വന്നിട്ട് പിന്നീട് ഇടതുവശത്തുള്ള ഒരു മുറിയിലാണ് ഈ വ്യക്തി താമസിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്. ഇന്ന് ആ ഭവനത്തെ ഉറ്റുനോക്കി നിൽക്കുന്ന സകല വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ ഭവനം, ഈ അടയാളം ശ്രദ്ധിക്കുക. ആ ഭവനത്തിൻ്റെ അവസ്ഥകൾ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ നാമത്തിൽ
നാമത്തിൽ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വലിയ സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ വലിയ സാക്ഷ്യമായി തീരട്ടെ, വലിയ അത്ഭുതമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥകളെ ദൈവം അറിയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ്, ഇന്ന് കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്, അല്ലാത്ത പക്ഷം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഒരു ഭവനത്തെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭവനത്തിൻ്റെ മേൽ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വീടിൻ്റെ ഗേറ്റ് തുറന്നകത്തോട്ട് കയറുമ്പോൾ തന്നെ അതിൻ്റെ വലതുവശത്തായിട്ട് ചെറിയൊരു വഴിയുണ്ട്. അത് ഓട്ടോറിക്ഷ പോകുന്ന ഒരു സ്പേസ് ഉള്ള ഒരു വഴിയുണ്ട്. ആ വഴി കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിലുള്ള വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു. ഈ വീട്ടുകാരുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു സ്ഥലം മാറിക്കിടക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് തന്നെ അവിടുന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലവും ഈ വീട് കിടക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലം കിടപ്പുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഭാരത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കുടുംബത്തെ കർത്താവിനോട് പറയുന്നു, ദൈവത്തിൻ്റെ ഒരു സമാധാനം വെളിപ്പെടും. കർത്താവ് അതിൻ്റെ മേലൊരു പ്രവൃത്തിയെ വെളിപ്പെടും. അതിന് വിരോധമായി നിൽക്കുന്ന സകലതും മാറ്റി അതിനെ എതിർത്ത് നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കൈവശമായി ലഭിക്കണമെന്ന് വാദിക്കുന്ന സകലതും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്യുന്നപ്പ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചാട്ടെ. ദൈവം ആ വിഷയത്തിന് മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും. ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്, അല്ലാത്ത പക്ഷം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ വ്യക്തി ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. അതിന് വിരോധമായി നിൽക്കുന്ന വ്യക്തിയെ കർത്താവിന് എടുത്തു മാറ്റുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ വലിയ നന്മ തുറക്കട്ടെ അപ്പ. സകല പ്രതികൂലങ്ങളും നീങ്ങി ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ സാക്ഷ്യത്തെ കർത്താവ് ചെയ്യുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കാണിക്കുന്നു. ഈ രാജാമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് വലിയൊരു കുരുക്കിനെ കർത്താവ് അഴിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ ഇടപാട് അതിൽ ബ്ലോക്കായി നിൽക്കുന്നത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുരുക്കിനെ കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് പറയുന്നു. ആ കുരുക്കുകൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ പ്രതികൂലം അവിടുന്ന് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചേ. എന്നിട്ട് കർത്താവേ, അങ്ങയുടെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് എനിക്ക് അത്ഭുതമാണ്, ഇന്ന് എനിക്ക് അത്ഭുതമാണ്. ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങയുടെ സാക്ഷ്യത്തെ അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. അങ്ങയുടെ അത്ഭുതത്തെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമാധാനത്തോടെ ഇരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ 1987 ഏപ്രിൽ മാസം 18 ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇന്ന് സ്വീകരിച്ചാട്ടെ. എന്നോട് ദൈവം ഒരു വാക്ക് പറയുകയാണ്, നീണ്ട വർഷങ്ങൾ അനുഭവിച്ച വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാക്ഷ്യത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വലിയൊരു അത്ഭുതമാക്കി കർത്താവ് അത് മാറ്റാൻ വേണ്ടി പോകുന്നു. വലിയ സാക്ഷ്യമായിട്ട് അത് മാറാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, സാക്ഷ്യമായി ആ കുടുംബം തീരട്ടെ, ആ വ്യക്തി മാറട്ടെ. സകല പ്രതികൂലങ്ങൾക്കകത്തുനിന്നും ആ വ്യക്തിയുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ,
ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ നന്മയോടെ ഉണ്ടാകട്ടെ. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി മാറട്ടെ. നിന്ദിച്ചവർ, പരിഹസിച്ചവർ ഒക്കെയും നടുവിൽ ദൈവത്തിൻ്റെ മാന്യതയായി അത് തീരട്ടെ. ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പോൾ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചു. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി, ഒരു അനുഗ്രഹത്തിൻ്റെ പദവിയാക്കി സ്വർഗം നിങ്ങളെ മാറ്റുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളായി ആയിരിക്കുന്നവരെല്ലാം പറയണം, കർത്താവ് എനിക്ക് ആരോഗ്യം വരുത്തുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുഴുവൻ രോഗത്തെയും കർത്താവ് സൗഖ്യമാക്കുന്നു. എൻ്റെ വേദനകളെ യേശു എടുത്ത് മാറ്റുന്നു. ഞാൻ കേട്ടല്ലോ, എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു. എൻ്റെ മുഴുവൻ രോഗത്തെയും അവൻ സൗഖ്യമാക്കുമെന്നും ആരോഗ്യം വരുത്തുമെന്നും ബൈബിൾ പറയുന്നു. അത് എന്നെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, എൻ്റെ രോഗത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, എൻ്റെ വിഷയത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരെല്ലാം കൈവച്ച് എന്നിട്ട് ഇപ്പോൾ പറഞ്ഞാട്ട്, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട്, എൻ്റെ വേദനകളെ ചുമന്നതുകൊണ്ട്, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യവും ആരോഗ്യവും വന്നിരിക്കുന്നു. വിട്ടുകൊടുക്കരുത് കേട്ടോ. പറയണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിന് മേൽ എനിക്ക് സമാധാനം, ധനവും മാനവും പുരാതന സമ്പത്തും സാമ്പത്തികമായും മാന്യമായും എല്ലാ മേഖലയിലും ഞാൻ വർദ്ധിക്കും. എൻ്റെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും എനിക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ സ്വർഗത്തിലെ ദൈവം ചെയ്യും. എനിക്ക് വേണ്ടി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഞാനത് കാണും. ഒരു സൊല്യൂഷനും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാവും. കാര്യം എന്നാണെന്നറിയാവോ, എനിക്ക് സമാധാനം തരുമെന്ന് ബൈബിൾ പറയുന്നു. എനിക്കിപ്പോൾ വേണ്ടത് സൊല്യൂഷനാണ്. അത് ദൈവം തരും. ആ വിഷയത്തിൽ എനിക്ക് സമാധാനം തരും. ആ രോഗത്തെ അവൻ സൗഖ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നല്ലോ, സാക്ഷ്യമായി തീർക്കുന്നല്ലോ, ആ വേദനകളെ അങ്ങ് വിടുവിക്കുന്നല്ലോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. സമൃദ്ധിക്കായിട്ട് വേർതിരിക്കുന്നു. നന്മ കൊണ്ട് നിറയട്ടെ, സമൃദ്ധിയായിട്ട് വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല ഞെരുക്കങ്ങളും മാറി വിശാലത ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ വായ്പ മേടിക്കത്തില്ല, ഇനി മുന്നോട്ട് വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ നശിച്ചു പോകത്തില്ല. എൻ്റെ ജോലിയിൽ, ബിസിനസ്സിൽ ഞാൻ വർദ്ധിച്ചു പെരുകും. വലിയ ശേഷിപ്പ് എനിക്കുണ്ടാകും. 12 കൊട്ട ശേഷിച്ചതുപോലെ എത്ര വിതറിയാലും അതെനിക്ക് ശേഷിപ്പായി തീരും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുള്ളതുകൊണ്ട് സമയം ഒത്തിരി മുന്നോട്ട് പോയി, ചുരുക്കം വാക്കുകളിൽ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന്, പ്രാർത്ഥനാ വിഷയമല്ല, നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങളെ ഇടപെട്ടതുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. വിളിക്കുന്നത് പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ടോ അറിയില്ല. തിങ്കളാഴ്ച ഞാൻ വിളിച്ചായിരുന്നു. ദീപു എന്ന് പറഞ്ഞിട്ട്. അവന് തീരെ നിരാശയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. മരിക്കണം പറഞ്ഞിട്ട് 4 യേശുവിനെ രക്ഷിതാവ് ഏറ്റവും പ്രാർത്ഥിപ്പിച്ച് അതിനുശേഷം പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ കുറെ ഛർദ്ദിച്ച് എന്തോ കെട്ടഴിഞ്ഞു പോയതാണ്. എന്തോ ദൈവം സഹായിച്ച് 2 ദിവസമായിട്ട് അവന് ഉറങ്ങുന്നുണ്ട്, വെള്ളം കുടിക്കാൻ തുടങ്ങി. അവന്റെ ഇൻറ്റസ്റ്റൈനിലാണ് ക്യാൻസർ. ഇങ്ങനെ സൈഡിൽ ഇത് വെച്ചിട്ട് അതിലേക്കൊന്നും വരുന്നില്ല, എല്ലാം ബ്ലോക്കാണ്. ഡോക്ടേഴ്സ് എല്ലാം കൈയൊഴിഞ്ഞ കേസാണ്. പക്ഷെ യേശുവിന്റെ അടിപ്പിണറിൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ പോന്നിട്ടുണ്ട്. ദൈവം വലിയ മാറ്റം കൊടുത്തിട്ടുണ്ട്. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ്. ജേസു പറഞ്ഞത് ക്യാൻസർ ആയിട്ട് അവൻ മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം കൃപ കൊടുത്തു. അവന്റെ ശരീരത്തിൽ നിന്ന് അവൻ ഛർദ്ദിച്ച് പലതും പുറത്തു പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ സുഖമായിട്ട് ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. അവൻ ആഹാരം കഴിക്കുന്നുണ്ട്. വലിയ മാറ്റം. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അവൻ ജീവനോടെ ഇരുന്ന് പറയണം, സങ്കീർത്തനം പറഞ്ഞ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഈ സങ്കീർത്തനം ഏറ്റുപറയുക. ദൈവം ആരോഗ്യം വരുത്തിയിരിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്റെ പേര് ലീന പീറ്റർ. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞില്ലേ, ലീന എന്ന് പറയുന്ന പേരുള്ള ജൂൺ മാസവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞില്ലേ ബ്രദറെ? എന്റെ മോന് പഠനത്തിന്റെ എന്റെ കോഴ്സിന് ചേർന്നായിരുന്നു. അതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് അവൻ ഹൈദരാബാദിന് പോവുകയാണ്. അത് ജൂൺ മാസം 5-ാം തീയതിയാണ് കടന്നു പോകുന്നത്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. കുഞ്ഞ് പഠിക്കാനായിട്ട് കടന്നു പോവുകയാണ്.
അപ്പം ജൂൺ ബ്രദർ പ്രാർത്ഥിക്കണം ബ്രദറെ. ജൂൺ മാസവുമായിട്ട് ദൈവത്തിന്റെ ബന്ധപ്പെട്ട് സിസ്റ്റർ അനുഗ്രഹം. പറഞ്ഞത് ഇപ്പം ഈ മോന്റെ കാര്യമാണോ? അവൻ ജൂൺ മാസത്തിൽ പോവാണോ? അതെ, ജൂൺ മാസം 5-ാം തീയതി അവന് ആദ്യമായിട്ടാണ് പോകുന്നത്. അവൻ ഇതിനു ഉം, മുമ്പ് എങ്ങും പോയിട്ടില്ല. അത് ഉം, ANM കോഴ്സ് പഠിച്ചിട്ട് അവന് ഉം. ഹൈദരാബാദിന് പോവുകയാണ്. അത് വലിയൊരു 5-ാം തീയതി ഇന്നലെ സാക്ഷ്യമായിട്ട് മാറ്റി ഒരു സിസ്റ്ററെ. കർത്താവ് ഇന്ന് ഇടപെട്ടതുപോലെ ദൈവാത്മാസ് പറഞ്ഞ പോലെ തന്നെ ലീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, ജൂൺ മാസത്തിന്റെ അകത്ത് അല്ലേ, ഒരു അതെ ദൈവം അതെ അതെ കർത്താവ് പ്രവർത്തിച്ച് ഞാൻ പലപ്പോഴും ആലോചനകൾ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് മറന്നു പോകുന്നതിന്റെ കാരണം ദിവസവും കർത്താവിന്റെ നാമത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് ഞാൻ ഓർക്കുകയില്ല. പലപ്പോഴും നിങ്ങളത് നോട്ട് ചെയ്താണ് സിസ്റ്റർ പറഞ്ഞത് തന്നെ, അത് നോട്ട് ചെയ്ത് അവർ ഏറ്റെടുത്തു. ഇന്ന് മകന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ഒരു അത്ഭുതം, വലിയൊരു വഴിത്തിരിവിന് വേണ്ടിയാ യാത്ര കേട്ടോ. അനുഗ്രഹിക്കുന്നു ഓക്കെ. യേശുവിന്റെ താങ്ക് നാമത്തിൽ യു തന്നെ. ബ്രദറെ. താങ്ക് Amen. യു God ബ്രദറെ. bless you. താങ്ക് യു ബ്രദറെ വലിയൊരു സാക്ഷ്യമായിട്ട് ബ്രദറെ പറഞ്ഞു. ഉം, പ്രൈസ് ലോഡ് 1975 എന്ന് പറഞ്ഞില്ലേ, അത് ഉം, ഞാനാണ്. 2 കുട്ടികളുണ്ട്. പിന്നെ കേറി വരുമ്പോ തന്നെ എന്തോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഉം. അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഈ പൂച്ച ഇങ്ങനെ പരിസരത്ത് എപ്പോഴും ഉണ്ടാവും. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. വലിയ അത്ഭുതമാക്കി ദൈവം മാറ്റും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദർ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ, ആ, ഹലോ. സരിത ഒന്ന് പറഞ്ഞില്ലേ പേര്? സരിത. ആ, സരിത അവര് നമ്മളെ നാത്തൂന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ മകളുടെ മകളാണ്. ഒരു മോളുണ്ട്. ആ മോള് ഇന്നലെയായിരുന്നു ബർത്ത്ഡേ, മെയ് മാസത്തിലായിരുന്നു. അപ്പൊ ബർത്ത്ഡേ അത് ഏറ്റെടുക്കുന്നു. ഞാൻ അവരുടെ അടുത്ത് ഈ ആമേൻ. വിഷയം പറയാം. കർത്താവ് പിന്നെ അത് സാക്ഷ്യമാക്കി കഴിഞ്ഞിട്ട് മാറ്റും കേട്ടോ. ഓക്കെ താങ്ക് യു ബ്രദർ. പിന്നെ ധൈര്യമായിട്ടിരിക്കും. ഞാൻ ഓരോരുത്തരും ഓരോരുത്തരുടെ സാക്ഷ്യം പറഞ്ഞതനുസരിച്ചാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞുള്ളവർ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. കാര്യം ഒരേപോലെ നമ്മൾ മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് സമയത്തെ പോലും നമുക്ക് സൗണ്ട് ക്ലാഷ് വരും, എനിക്ക് ക്ലിയർ ആകാതെ വരും. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരിങ്ങനെ സാക്ഷ്യം പറയുന്നതനുസരിച്ച് ബാക്കി നിങ്ങളെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം മ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം മാറ്റുന്ന സമയത്ത് നിങ്ങൾ മ്യൂട്ട് മാറ്റി സാക്ഷ്യം പറയുക. കർത്താവ് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു ഒരു സിസ്റ്ററെ. സാക്ഷ്യം കർത്താവ് കൂടി ഉണ്ട്. അനുഗ്രഹിക്കും. പെട്ടെന്ന് ഒരു പറഞ്ഞു. സാക്ഷ്യം കൂടി ഉണ്ട്. നമ്മളെ എന്താണ് ഭർത്താവിന് ഒരു 4-5 ദിവസം മുമ്പ് നല്ല പനിയായിരുന്നു. കടുത്ത പനിയായി കഴിഞ്ഞ് രാവിലെ ചൊറിഞ്ഞ് ചൂടുവെള്ളം വെക്കാൻ പറഞ്ഞു. വെള്ളം വെക്കണ ഓർമ്മ എനിക്ക് കുടിക്കാനേ വയ്യ പറഞ്ഞ് കിടന്നു. അങ്ങനെ കഞ്ഞിവെള്ളം ഇങ്ങനെ ലൂസായിട്ട് കുടിച്ചോണ്ടിരുന്നു. അതിനുശേഷം കുട്ടിയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിലൊന്നും പോവാണ്ട് തന്നെ 3 ദിവസത്തിന് കിടക്കേണ്ട ആളെ ഒരൊറ്റ ദിവസം കൊണ്ട് ആ പനി മാറി പൂർണ്ണ ആരോഗ്യത്തോടെ കഞ്ഞിവെള്ളം ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. എനിക്ക് മാത്രം പറ്റാണ്ടായി. എനിക്കും പനിയായിരുന്നു ഒരാഴ്ച. പക്ഷെ എനിക്ക് കിടക്കാൻ പറ്റില്ല. ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദർ. കഞ്ഞിവെള്ളമല്ല, വെറും ചുക്കുകാപ്പി മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ എനിക്ക് ചെല്ലുള്ളൂ. ബാക്കിയൊന്നും ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത മാറ്റത്തിന് നന്ദി. പിന്നെയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വലിയ നന്മകളാൽ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കാൻ ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ബ്രദർ. പ്രൈസ് ലോർഡ് പറഞ്ഞു ബ്രദറെ, പറഞ്ഞു. നാളെ മോള് ഞങ്ങൾ കണ്ണൂരാണ് ബ്രദറെ. ഞങ്ങള് മോള് നാളെ അബുദാബിയിൽ നിന്ന് കടന്നു വരുന്നു. മോളോട് കുഞ്ഞുമാവുണ്ട്, 2.5 വയസ്സിലെ കുഞ്ഞുമാവുണ്ട്. രണ്ടുപേരും പനിയും ജലദോഷമാണ്. ഒരു ബുദ്ധിമുട്ടാണ് കടന്നു വരാൻ വേണ്ടി ദൈവം പ്രാർത്ഥിക്കും. കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും ബ്രദറെ. ധൈര്യത്തോടെ ഇരിക്കുക. വിശ്വാസ പ്രഖ്യാപനം നടത്തുക. ദൈവം ആരോഗ്യത്തോടെ വരുത്തും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, ഇപ്പൊ ഒരു പ്രവചനം പറഞ്ഞായിരുന്നു രാജാമണി. അത് എന്റെ ഒരു സഹോദരനാണ് ബ്രദറെ. രാജാമണി എന്ന് പറഞ്ഞ ആരായിരുന്നു? എന്റെ ഒരു സഹോദരനാണ്. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്കിനെ കർത്താവ് അഴിക്കുമെന്ന് പറഞ്ഞാൽ, വ്യക്തി കുരുക്കല്ല, വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്ക് കുടുംബത്തിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും കുടുംബത്തിന്റെ അകത്ത് മാറി മാറി വരുന്നത്. ഇന്ന് ആ വ്യക്തിയുടെ മേലുള്ള കുരുക്കിനെ ദൈവം അഴിക്കുമ്പോൾ കുടുംബത്തിന്റെ മേൽ വലിയ ചില പ്രവർത്തികളെ ഉണ്ടാവും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. കർത്താവ് വലിയ ഉയർച്ച കൊണ്ടുവരും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. ഹലോ ബ്രദറെ, പറഞ്ഞു. ഒരു മതിലിനകത്ത് ഒരു വീടും അത് ഇങ്ങനെ വേറൊരു ഓട്ടോറിക്ഷ പോകുന്ന ഒരു വീടും വഴിയുള്ള വസ്തു ഞങ്ങൾ കൊണ്ട് ബ്രദറെ. അതിനകത്തില് ഇപ്പം നമ്മുടെ സ്വന്തം വസ്തു ആണെങ്കിലും നമുക്ക് അതിനകത്തില് ഒരുപാട് പേര് ഇങ്ങനെ അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. അതിനകത്ത് ഒരു അത്ഭുതം ചെയ്യട്ടെ. ഈ പറഞ്ഞ അടയാളം സിസ്റ്ററുടെ ഭവനമാണോ? ഇപ്പൊ പറഞ്ഞ അടയാളം സ്ഥലമൊക്കെ മതിൽക്കെട്ടിനകത്താണ്. പിന്നെ ഞങ്ങൾക്ക് ആ വസ്തു ഉണ്ട്. ഓട്ടോറിക്ഷ പോകുന്ന ഒരു വസ്തു ഞങ്ങൾക്കുണ്ട്. വേറെ വസ്തു, അതായത് വീട് കഴിയുമ്പോൾ തന്നെ ഓട്ടോറിക്ഷ കയറി പോകുന്ന ഒരു വഴിയിലൂടെ ചെല്ലുമ്പോൾ ഒരു വസ്തു ബന്ധം. ഈ വിഷയമല്ലേ സിസ്റ്റർ പറയുന്നത്? ഈ ആലോചനയല്ലേ പറയുന്നത്?
ഇന്ന് കർത്താവ് ഇടപെടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് അത് വിരോധമായി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരെ ദൈവം എടുത്തു മാറ്റിയിട്ട് നിങ്ങൾക്ക് സ്വസ്ഥത വരുത്താൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ആമേൻ പറഞ്ഞ് ആ പ്രവചന ആലോചന സ്വീകരിച്ചോണം. ആ വിഷയത്തിന്റെ മേൽ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടെ. ഈ വിഷയം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ ഇങ്ങോട്ട്? ഇവിടെ ആരുടെയും അയച്ചിട്ടുണ്ടോ? എന്നാൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ഇടപെട്ടതാണ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ, പറഞ്ഞു ബ്രദറെ, പറഞ്ഞു എന്റെ സിസ്റ്റർ. പേര് കലയെന്നാണ്. ഞാൻ പാറശാലയാണ്. അപ്പോ വിജയകുമാരി ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചി സൂമിൽ കയറുന്ന ചേച്ചിയാണ്. എന്റെ മോളുടെ കാര്യം ബ്രദറിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. കോളേജിൽ നിന്ന് 1.5 മാസം വരെ അവളെ പുറത്തിറക്കി വിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ തന്നെ അവളെ പപ്പായ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് പോയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഫീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അടച്ചാൽ മതി, ഇന്നു മുതൽ മോളെ ക്ലാസ്സിന് വിട്ടോളാം എന്ന് പറഞ്ഞു. എന്റെ മോൾ ഇന്ന് മുതൽ ക്ലാസ്സിന് പോയി തുടങ്ങി. അവള് ഫാം ഡി 4th ഇയർ ആണ്. അപ്പൊ ഫീസ് കെട്ടാണ്ട് ക്ലാസ്സിലേക്ക് കയറ്റാൻ പറ്റത്തില്ലെന്നാ ഫസ്റ്റ് പറഞ്ഞത്. 1.5 മാസം പുറത്തിറക്കി വിട്ടിട്ട് അവര് തന്നെ കോളേജിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല, ക്ലാസ്സിൽ കയറ്റാം, ഇന്ന് മുതൽ ക്ലാസ്സിൽ കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ പോയി. അവർക്ക് ഒരാഴ്ചയിൽ 2 ദിവസം ട്രാൻഡ്രം ഓസ്മോ ഹോസ്പിറ്റലിൽ പോകണം. അതിനൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതം ചെയ്ത കർത്താവിന് 1000 നന്ദി, സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും ബ്രസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിനെ ക്ലാസിന്റെ പുറത്തിറക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവ കൃപ തന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ തന്നെ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല, ക്ലാസ്സിൽ കയറിക്കോ, ഇന്ന് നമുക്ക് പഠിക്കുവാൻ തുടർമാനമായി പഠിക്കുവാൻ കർത്താവ് അവസരം കൊടുത്തു. ദൈവം മനസ്സുകളെ മാറ്റുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി അനുകൂലമായി ഇടപെടുന്ന ദൈവമാണ്. വിരോധമായതിനെ മാറ്റുന്ന ദൈവമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പഠിച്ച് ഏറ്റവും സാക്ഷ്യമായിട്ട് നമ്മൾ തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. പെട്ടെന്ന് പറഞ്ഞോ. പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്റർ. കർണാടകയിലെ ശിവമൊഗ പറഞ്ഞെടുത്ത് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ അത് ബ്രദർ പറഞ്ഞല്ലേ മെയ് മാസം ജന്മദിനമുള്ള ഒരാളെ ദൈവം അനുഗ്രഹിക്കേണ്ടത് പറഞ്ഞ്. പാസ്റ്റർ ബർത്ത്ഡേ ആയിരുന്നു മെയ് മാസം. മെയ് 15-ാം തീയതി അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് ഇടപെട്ടതാണ്. കർത്താവ് ആ മാസം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദർ പാറശാല എന്നാണ്. ബ്രദർ പിന്നെ മകളുടെ വീടിന്റെ ഫ്രണ്ട് കയറി വരുന്നിടത്ത് ഒരു ഗണപതിയുടെ ചിത്രം അത് എനിക്ക് തോന്നുന്നത് മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അത് കർത്താവ് പറഞ്ഞാൽ മതി. ദൈവം ഇടപെട്ടതാണ്. നിന്റെ ജീവിതത്തിൽ ഭാവിയിലെ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകുന്നു. ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുക. കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. ദൈവം വലിയൊരു അത്ഭുതത്തെ വരും ദിവസങ്ങളിൽ കാണത്തക്കവണ്ണം ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. അത് ഏറ്റെടുത്തോണം. ദൈവ സാക്ഷിയായിട്ട് മാറ്റും. പറഞ്ഞു. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, പറഞ്ഞു. എനിക്ക് ഇവിടെ സൗണ്ട് ബ്രേക്ക് ആവുന്നു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. അതെ, മെയ് മാസത്തിലെ ബർത്ത്ഡേ പറഞ്ഞത്. എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും ബർത്ത്ഡേ മെയ് മാസത്തിലാണ്. ഡേറ്റ് സിസ്റ്റർ, ആ ഡേറ്റും കൂടെ നോക്കണേ. പറഞ്ഞ ഡേറ്റും കൂടെ, മെയ് മാസം എന്നുള്ള ഡേറ്റും കൂടെ, ആ വിഷയം കൂടെ ശ്രദ്ധിച്ചോണം. ആ ആലോചനയും അടയാളവും ശ്രദ്ധിച്ചോണം. അതും എല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോന്നോരോന്നല്ല, എല്ലാം ഉൾക്കൊള്ളിച്ചാണ് ആലോചന. അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് മുഴുവൻ കേട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് സ്വീകരിച്ചോണം. ആലോചന ദൈവം അതിന്റെ മേൽ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോണ്ട് നമുക്ക് സമയം മുന്നോട്ട് പോയാൽ. പറഞ്ഞു. എന്തോ 1975 ബ്രദർ പറഞ്ഞില്ലേ? ബ്രദർ 1975. ഹലോ, കേൾക്കുന്നുണ്ടോ സിസ്റ്റർ? നിങ്ങൾക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്കിവിടെ സൗണ്ട് ബ്രേക്ക് ആവുന്നു. ഹലോ ബ്രദറെ. ഹലോ, പറഞ്ഞു സിസ്റ്റർ. ഹലോ, പറഞ്ഞു. 1975 എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ 1975 ജനിച്ചത്. എനിക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണുമാണ്. അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ
ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഹാളിൽ വെച്ചിട്ട് പടമുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞ സമയത്ത് തന്നെ ബാക്കിലൊരു പൂച്ച ഉണ്ടായിരുന്നു അടുക്കള വശത്ത്. അത് ഏറ്റെടുത്ത് വെച്ചിട്ട് കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ ശക്തനാണ്. ആലോചനയിൽ ദൈവം വിശ്വസ്തനാണ്. വലിയ പ്രവർത്തികൾ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഞാൻ നമ്മുടെ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പം സ്റ്റോപ്പ് ചെയ്യുകയാണ്, സമയപരിമിതി കൊണ്ട്. നാളെ നമുക്ക് പിന്നെയും സാക്ഷ്യങ്ങളൊക്കെ സാക്ഷ്യം പറയാനുള്ളവർ മാറ്റിവെക്കരുത്, പറയാൻ വേണ്ടി ചാടിച്ചാടി ഒന്നോണം. കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഒരു സാധ്യതയാണ്. ഒരു രോഗം മാറുമ്പോൾ, ഒരു പ്രതികൂലം മാറുമ്പോൾ, ഒരു ആലോചന നിവൃത്തിയാകുമ്പോൾ അത് കേൾക്കുന്ന തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതീക്ഷയും വിശ്വാസവും ധൈര്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. എൻ്റെ ഒരു സാക്ഷ്യം കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഡോറ് തുറക്കുകയാണ്. ഗോഡ് ബ്ലസ് യു. ബാക്കി സാക്ഷികളെ നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം, മുന്നോട്ട് പോകാം. എല്ലാവരും ഈ സമയത്ത് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ലൈവിൽ കാണുന്നവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അതിരുകളെ കർത്താവ് വിസ്താരമാക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നാളെ നമുക്ക് പിന്നെ